എല്ലാ കാര്യങ്ങളും അതത് സമയത്ത് തരാൻ വേണ്ടി ഒരുക്കി ദൈവം വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ സമയമാകുമ്പോൾ, വേണ്ടെന്ന് പറഞ്ഞാൽ പോലും, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു നോക്കിയേ, എൻ്റെ കർത്താവ് വേണ്ടെന്ന് പറഞ്ഞൊന്നും ബ്ലോക്ക് ചെയ്ത് വെക്കില്ല. വേണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് തക്ക സമയമാകുമ്പോൾ തരേണ്ടതിനെ കൊണ്ടുവന്ന് തന്നിട്ട് പോകുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ചിട്ടല്ല കിട്ടിയത്, പിന്നെ അതത് സമയത്ത് കാക്കകളെ പോഷിപ്പിക്കുന്നത് ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് നടത്തുവാൻ, നമ്മെ കരുതുവാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. ഒരു മനുഷ്യൻ അറിയുന്നതിനേക്കാളും, നമ്മൾ അറിയുന്നതിനേക്കാളും, നമ്മളെ കുടുംബത്തിൻ്റെ അംഗങ്ങൾ അറിയുന്നതിനേക്കാളും, നമ്മളെ വീട്ടിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ആ ദൈവത്തിന് മുഴുവൻ കാര്യങ്ങളും അറിയാം. അടുത്ത വാക്യം വായിക്കുന്നു എങ്കിലും, ആ വാക്യം ഒന്നുകൂടെ വായിച്ച എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ല. ദൈവം അവയെല്ലാം പുലർത്തുന്നു, എങ്കിലും അവയേക്കാൾ എത്രയോ വിശേഷത ഉള്ളവനാണ് ആര്? ഞാനും നിങ്ങളും. നമ്മളെ പുലർത്തുന്നൊരു ദൈവമുണ്ട്. എൻ്റെ യേശുവിൻ്റെ രൂപവും സാദൃശ്യവും ഒക്കെ തന്ന് കർത്താവ് നമ്മളാക്കിയിരിക്കുമ്പോൾ, ദൈവത്തിന് സ്വത്രം വിശ്വസ്തയോടെ അപ്പൻ്റെ മഹത്വത്തിനായിട്ട് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ഒന്നിനെക്കുറിച്ച് മുതരണ്ട. ഹല്ലേലൂയ. നമുക്ക് ഓരോ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. ദൈവത്തിൻ്റെ സമയത്ത് നടക്കട്ടെ. ആർക്കൊക്കെ ആഗ്രഹമുണ്ട്, സന്തോഷമുണ്ട് അത് പറഞ്ഞ് കേട്ടപ്പോൾ? ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടത്തിൻ്റെ സമയം ഒന്നായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ സമയം മറ്റൊന്നായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിൻ്റെ സമയമൊക്കെ നമ്മൾ തീരുമാനിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മുടെ സമയത്തിന് നമ്മൾ ചാടിക്കയറി ചെയ്യുന്നതിനേക്കാളും എൻ്റെ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ചെയ്യുമ്പോൾ അതിൻ്റെ സമയത്ത് ഭംഗിയായി, എങ്ങനെ ഭംഗിയായി ശ്രേഷ്ഠകരമായ രീതിയിൽ എല്ലാം ദൈവം ചെയ്യും. ഒരു ദൈവ പൈതൻ്റെ മുഴുവൻ ചാർജും ആരേറ്റെടുത്തിരിക്കുക? മുഴുവൻ കാര്യം ആരേറ്റെടുത്തിരിക്കുക? ദൈവമായിട്ടിരിക്കുക. ഒരു ദൈവ പൈതലിൻ്റെ എല്ലാ കാര്യങ്ങളും ആരേറ്റിട്ടുണ്ട്? ദൈവമായിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ദൈവ പൈതലിൻ്റെ എല്ലാ ഡ്യൂട്ടിയും ആര് ചെയ്യും? ദൈവം ചെയ്തോളും. നമ്മൾ ഒരു ടെൻഷനും അടിക്കണ്ട. നമ്മൾ വിചാരപ്പെട്ട് അടുത്ത വരി വായിച്ചേ, അതിലുണ്ട്. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് നമ്മൾ വിചാരപ്പെടാറുണ്ട് അല്ലേ? ഒരുപാട് സങ്കടപ്പെടാറുണ്ട്, ഭാരപ്പെടാറുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ മക്കളെ, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമ്മഞ്ഞിരുന്നില്ല. എല്ലാം അതത് സമയത്ത് ഭംഗിയായി ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സഭാപ്രസംഗി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു, അതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കും. വായിച്ചേ സഭാപ്രസംഗി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. വായിച്ചേ. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു, അതിനോട് ഒന്ന് കൂട്ടുവാനോ അതിൽ നിന്ന് ഒന്ന് കുറപ്പാനോ. കണ്ടോ? ദൈവം പ്രവർത്തിക്കുന്നതിനോടൊന്ന് കൂട്ടുവാനോ ഒന്ന് കുറപ്പാനോ കഴിയുന്നതല്ല. കണ്ടോ? ഒന്നും കൂട്ടാനോ ഒന്നും കുറയ്ക്കാനോ കഴിയുന്നതല്ല. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 25-26 വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 25-26 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു. വായിച്ചേ. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? നമ്മൾ വിചാരപ്പെടുന്നതുകൊണ്ട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ നമ്മളെല്ലാവർക്കും കഴിയത്തില്ല. സങ്കടപ്പെടാനേ പറ്റൂ, കരയാനേ പറ്റൂ, നിലവിളിക്കാനേ പറ്റൂ. സ്തോത്രം. ആദ്യം കയറി തകർന്നു പോകാം, ആർക്കും നഷ്ടപ്പെടാനില്ല സഹോദരങ്ങളെ. ഒരാൾ ആദ്യം കയറി വേറൊരാൾ നഷ്ടപ്പെടാനൊന്നുമില്ല. സ്തോത്രം. അവരെ ഹാപ്പി ആയിട്ട് അങ്ങ് പോകും. അതിനേക്കാളും നല്ലത് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ ഒരു സ്ഥലമുണ്ട്. യേശുവാണ്. ഹല്ലേലൂയ. യേശുവിനോട് എല്ലാം അങ്ങ് തുറന്ന് പറഞ്ഞ് ആശ്വാസം കണ്ടെത്തണം, സമാധാനം കണ്ടെത്തണം, തണുപ്പ് കണ്ടെത്തണം. നമ്മെ കുറ്റപ്പെടുത്താത്ത ഒരാളെ ഉള്ളൂ, അതാരാ? യേശു ക്രിസ്തു. നമ്മെ തള്ളിക്കളയാത്ത ഒരാളെ ഉള്ളൂ, അതാരാ? യേശു ക്രിസ്തു. നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരാളെ ഉള്ളൂ, അതത്ര യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന് നമ്മളോടുള്ള സ്നേഹം ഈ ലോകത്തിലുള്ള ആർക്കും നമ്മളോടില്ല സ്നേഹിതരെ. ഞാൻ പറഞ്ഞ് സത്യസന്ധമായിട്ട് പറയുക, യേശു ക്രിസ്തുവിന് നമ്മളോടുള്ള സ്നേഹം ഈ ലോകത്തിലുള്ള ആർക്കും, നമ്മുടെ മാതാവിനോ പിതാവിനോ സഹോദരങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിലുള്ള ആരൊക്കെ എന്ന് പറഞ്ഞാലും ഇല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളോടുള്ള ഏറ്റവും കൂടുതൽ സ്നേഹം യേശുവിനാണ്. സ്തോത്രം. അതുകൊണ്ട് ആ യേശുവിനെ മാത്രം നോക്കി എല്ലാം തുറന്ന് പറയാൻ ഒരു സ്ഥലമേ ഉള്ളൂ. കുറ്റപ്പെടുത്താത്ത സ്ഥലം, തള്ളിക്കളയാത്ത സ്ഥലം, വീണുപോയാലും നിലം പരിചാകാൻ വിടാത്തൊരു സ്ഥലം. കരം പിടിച്ച് വീണ്ടും ചേർത്ത് പിടിക്കുന്നൊരു കരം, ആണിപ്പഴുതേറ്റ കരം, തണുപ്പിക്കുന്ന കരം. കണ്ണുനീരിൻ്റെ നടുവിൽ എല്ലാവരും തീ കോരി തട്ടുമ്പോൾ അവയുടെ നടുവിൽ ഇറങ്ങി വന്ന് ചേർത്ത് പിടിച്ച് കണ്ണുനീര് തുടച്ചിട്ട്, മക്കളെ കരയണ്ട, ഞാൻ നിനക്കില്ലേ എന്ന് പറയുന്ന
അറിയുന്ന ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ എല്ലാവരും നമ്മളെ ഒറ്റയ്ക്കാക്കി മാറി അങ്ങ് പോകുമ്പോൾ, ഹല്ലേലൂയ, എന്നാ പിന്നെ കാണുന്നു മാറി പോകുമ്പോൾ, അപ്പോഴും എല്ലാവരും മാറുന്ന സ്ഥലത്ത് ഒറ്റയ്ക്കിരുത്തി സംസാരിപ്പിക്കുവാൻ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന്, ഓ സ്തോത്ര, തൻ്റെ തൂവൽ കൊണ്ട് മറച്ച് തൻ്റെ സാന്നിധ്യത്തിനകത്ത് ഒതുക്കിയിരുത്തി നമ്മൾ അഭിഷേകത്താൽ നിറച്ച് ഓരോ കൃപകളാൽ നിറച്ച് ഇരട്ടി ബലത്തോടെ ചില മണിക്കൂറുകൾ ശേഷം പുറത്തു കൊണ്ടിരുന്നൊരു ദൈവമുണ്ട്. നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ അടുത്ത് നിന്ന് നമ്മൾ ആരെ മുറുക്കുന്ന ഒരു ദൈവം യെശയ്യാവിൽ പറയുന്നുണ്ട് 45 അവൻ, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ ആരാ മുറുക്കിയിരിക്കുന്നു. നീ അറിഞ്ഞില്ല, നീ ചിന്തിച്ചു, നീ കരഞ്ഞ് കരഞ്ഞ് തളർന്നാണ് രാത്രി കിടന്ന്, സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇതിനകത്ത് ചിലരോട് പറയുകയാണ്, മക്കളെ നിനക്ക് സമാധാനമില്ല. പക്ഷേ സമാധാന പ്രഭു ഒരാളെ ഉള്ളൂ, നദി പോലെ സമാധാനം തരാൻ കഴിവുള്ള ആള് യേശു ക്രിസ്തു. അത് നദി പോലെ തരുവാൻ ഇന്ന് പകൽക്കാല ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. പേടിക്കണ്ട. ഞാൻ നിങ്ങൾ വിചാരിക്കും നമ്മളെ ആരും അറിയുന്നില്ല എന്ന് ചിന്തിക്കും. ഞാൻ പറയാം, ഈ ലോകത്തിലുള്ള ആരും അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിലും അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കാണേണ്ടതുപോലെ കാണുന്ന, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്ന, ഹൃദയത്തിന്റെ ആഴമായ നൊമ്പരങ്ങളും വേദനകളും അതുപോലെ ഒപ്പിയെടുത്ത് മനസ്സിലാക്കുന്ന, ഓ സ്തോത്രം, കണ്ണീർ തുടയ്ക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, അണയ്ക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന. ഹല്ലേലൂയ. എല്ലാവരും ദീപൊരുക്കെ തട്ടി ഇതോടെ തീർന്നെന്ന് പറഞ്ഞ് അധ്യായം അടച്ചു വെക്കുമ്പോൾ യേശു അങ്ങനെയല്ല. തീർന്നെന്ന് പറയുന്നിടത്ത് നിന്ന് കർത്താവ് ചേർത്ത് പിടിച്ചിട്ട് പറയും, മക്കളെ ഞാൻ നിനക്ക് വേണ്ടി തുറന്നിരിക്കുക. ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി തുറന്നിരിക്കുക. എന്നിട്ട് ഞാൻ നിന്റെ മുമ്പാകെ അങ്ങോട്ട് നടക്കും. നിന്റെ മുമ്പാകെ ഞാൻ നടക്കും. നീ പറഞ്ഞില്ല തീർന്നു എന്ന്, പക്ഷെ തീർന്നില്ല മക്കളെ, ഞാൻ നിനക്ക് മുമ്പായി നടക്കും. ഞാൻ പറയട്ടെ, സ്തോത്രം, യെശയ്യാവ് 45 പറയുന്നു, ഹല്ലേലൂയ, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഓ നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ ആരാ മുറുക്കിയിരിക്കുന്നു. ഓ നമ്മൾ അറിയാതെ വേദനയുടെ നടുവിലും ഭാരത്തിന്റെ നടുവിലും തളർന്നിരിക്കുമ്പോഴും അടുത്തു വന്ന് ആരെ മുറുക്കുന്ന ഒരു ദൈവം. ഓ ഹല്ലേലൂയ. രാവിലെ എന്ത് ചെയ്യപ്പാ, രാവിലെ എങ്ങനെ എഴുന്നേൽക്കും, അയ്യോ ഹൃദയം പൊട്ടിയിരിക്കുന്നു, അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് തകർന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിൽ, നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ, തള്ളപ്പെട്ട അവസ്ഥയിൽ, പറ്റിക്കപ്പെട്ട അവസ്ഥയിൽ, ഓ സ്തോത്ര, ഹല്ലേലൂയ, ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ആരും താങ്ങില്ലാതെ, ആരും തണലില്ലാതെ, ആരും ഒരു ആശ്വാസമില്ലാതെ ഇപ്പം ചാഞ്ഞു പോകുമെന്ന് ഒരു വൃക്ഷം ചാഞ്ഞ് അല്ലെങ്കിൽ ഒരു വാഴ ചാഞ്ഞ് ഒടിഞ്ഞു പോകാറാകുമ്പോൾ പോലെ നിൽക്കുമ്പോൾ ഒരു ഊന്ന് കൊടുത്ത് നിർത്തും പോലെ, സ്വത്രം, ആരും എനിക്ക് ഒരു ഊന്നിന് ഒരു താങ്ങനില്ലല്ലോ എന്ന് നീ ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കർത്താവ് പറയും, മക്കളെ ഞാനുണ്ട് നിന്നെ താങ്ങാൻ, നിന്നെ ബലപ്പെടുത്താൻ, നിന്നെ കരുതാൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ, നിന്റെ കൂടെ ഏത് രാത്രിയും ഏത് പകലും നിന്നെ അണയ്ക്കാൻ ഞാനുണ്ട്. ഈ ഭാരപ്പെടേണ്ട, ധൈര്യമായി നിന്റെ കൂട്ടുകാർ, ബന്ധുക്കൾ, നിന്റെ വീട്ടിലുള്ള അംഗങ്ങൾ നിന്നെ അറിയുന്നതിനേക്കാളും മനസ്സിലാക്കുന്നതിനേക്കാളും നിന്റെ ഹൃദയത്തെ ഉള്ളതുപോലെ ഞാൻ ആഴമായി മനസ്സിലാക്കുന്ന ദൈവം. നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എപ്പോഴും ലോകാവസാനത്തോളം മത്തായി സുവിശേഷം 28 അധ്യായം അതിന്റെ 20 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നു, ഇതാ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് യേശു പറഞ്ഞില്ല പൊയ്ക്കോ, സ്തോത്രം, എങ്ങനെയോ പൊയ്ക്കോ എന്നാണ് പറഞ്ഞു വിട്ടല്ല. പിന്നെയോ അവർക്ക് ഓരോരോ അധികാരം കൊടുത്തു, കൃപയെ കൊടുത്തു, ശക്തിയെ കൊടുത്തു, അഭിഷേകത്തെ കൊടുത്തു, ദൈവ കൃപയെ പകർന്നു, ദൈവ ശക്തിയെ പകർന്നു, ദൈവ സാന്നിധ്യം പകർന്നു. കേട്ടോ, അത് അണഞ്ഞില്ല, അത് കുറഞ്ഞില്ല, അത് വർദ്ധിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താ? വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതൊരു മനുഷ്യനിലൂടെ ഇറങ്ങിയ ശക്തിയല്ലെന്ന്, വർദ്ധിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താ? ദൈവത്തിലൂടെ ഇറങ്ങിയ ശക്തി. ദൈവത്തിന്റെ ശക്തി ഒരാളിനകത്ത് ഇറങ്ങിയാൽ അത് കുറയുമെന്നല്ല, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആമേൻ. അവർ വീണു പോകുന്നല്ല, അവർ തളർന്നു പോകുന്നല്ല. ഓ ഹല്ലേലൂയ. ഏതൊക്കെ സാഹചര്യം നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും അവരുടെ മേലെ ഓരോ ശക്തി വീതം ദൈവം കൊടുത്തുകൊണ്ടിരിക്കും, ദൈവത്തിന്റെ കൃപയെ പകർന്നുകൊണ്ടിരിക്കും. ഓ ഹല്ലേലൂയ. ആമേൻ. ആ കൃപയിൽ നിറഞ്ഞ് ഓരോ സെക്കൻഡ് വളർന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്ത് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, മക്കളെ നീ പേടിക്കേണ്ട, ഞാനുണ്ടല്ലോ ലോക അവസാനം വരെയും, ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ കണ്ണുനീരിന്റെ നടുവിലാണോ, വേദനയുടെ നടുവിലാണോ, നിരാശയുടെ നടുവിലാണോ, ദുഃഖത്തിന്റെ നടുവിലാണോ, തളർന്നിരിക്കുകയാണോ, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കണ്ണുനീരൊപ്പാൻ, വേദന മാറ്റാൻ, നിരാശ മാറ്റാൻ, ദുഃഖം മാറ്റാൻ, കഷ്ടപ്പാടുകൾ മാറ്റാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അണയ്ക്കുന്ന ദൈവമായി, പരിപാലിക്കുന്ന ദൈവമായി ഞാൻ നിന്റെ കൂടെയുണ്ട്. കോരേശിനോട് പറഞ്ഞതാണ്, മോനെ സ്വത്രം, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. പലപ്പോഴും അര മുറുക്കിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബലം പോകുന്ന സമയം, ശക്തി പോകുന്ന സമയം, സമാധാനം നഷ്ടപ്പെടുന്ന സമയം, എല്ലാവരും ഒറ്റപ്പെടുന്ന സമയം, അയ്യോ പിച്ച് ചിന്തു പോലത്തെ അനുഭവം, എല്ലാവരും ഒരുപോലെ വിരൽ ചൂണ്ടി ചുവരിൽ ചേർത്തൊട്ടിക്കുന്ന സമയം, ആരും എനിക്കൊരു വാക്ക് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലല്ലോ, എന്നെ താങ്ങാൻ ആരുമില്ലല്ലോ എന്ന് പറയുന്ന വേളകളിലും എൻ്റെ അപ്പൻ പറയും, ഇല്ല മക്കളെ, ഇല്ല, നീ എന്നെ അറിഞ്ഞില്ലെങ്കിലും ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. ഇതിനകത്ത് ഓരോരുത്തരും കർത്താവ് പറയുന്നു, മക്കളെ നിന്റെ അര ഞാൻ മുറുക്കാൻ എപ്പോഴും നിന്റെ അടുക്കലുണ്ട്. നീ പേടിക്കണ്ട, നിന്നെ എന്തിനു വേണ്ടി ഞാൻ ആക്കിയിരിക്കുന്നു ആ ദൗത്യം അതുപോലെ നിറവേറ്റുവാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇതിനകത്ത് പറയുന്നു, ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ലൂക്കോസ് 12:25-26 വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ.
ലൂക്കോസ് 12:25-26. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതിന് പോലും നിങ്ങൾ പോരാത്തവർ എങ്കിൽ ശേഷമുള്ളതിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? താമര എങ്ങനെ വളരുന്നു വിചാരിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. നേരത്തെ വായിച്ച ഭാഗം തന്നെയാണ് ഇതിലും. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, എല്ലായിടത്തും കരുതുവാൻ ഒരു ദൈവമുണ്ട്. നമ്മൾ വരയ്ക്ക് എന്നെ ആരും കണ്ടില്ല, ഞാൻ എന്ത് ചെയ്യും, ഏത് ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കൂലേ? ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഞാൻ പറയാം, സ്തോത്രം, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാതിരിക്കാം ദൈവത്തിന് സ്തോത്രം. ദൈവം എവിടെ നമ്മൾ ഒതുങ്ങിയിരുന്നാലും, എവിടെ ഭാരത്തോടെ വേദനയോടെ ദുഃഖത്തോടെ ഇരുന്നാലും മനുഷ്യൻ ചിന്തിക്കും, നീ തീർന്നു, തൊലഞ്ഞു, നീ അവസാനിച്ചു എന്ന് ചിന്തിക്കുമല്ലേ? പക്ഷേ ഇല്ല. എൻ്റെ അപ്പം പറയില്ല, മക്കളെ, ഞാൻ നിന്നെ 24 മണിക്കൂർ കാണുന്നുണ്ട്. ഒരിക്കൽ സ്തോത്രം മെബീബോശത്ത് നമുക്കെല്ലാവർക്കും അറിയാം. അതാരാണ്? സ്തോത്രം. ആരുടെ മകനാണ്? യോനാഥാൻ്റെ മകൻ. യോനാഥാൻ ആരുടെ മകനാണ്? ശൗലിൻ്റെ മകൻ. ശൗലിൻ്റെ മകനാണ് ആര്? സ്തോത്രം. ഇസ്രായേലിലെ 1ാമത്തെ രാജാവാര്? ശൗൽ രാജാവിൻ്റെ മകൻ്റെ പേരെന്തെന്നാ? യോനാഥാൻ്റെ മകൻ്റെ പേരെന്തെന്നാ? മെബീബോശത്ത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രശ്നങ്ങളുണ്ടായി. നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ശമൂവേലിൻ്റെ പുസ്തകത്തിനകത്തുണ്ട് 31-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുണ്ട്. പ്രശ്നങ്ങൾ വർദ്ധിച്ചു, പ്രതിസന്ധികൾ വർദ്ധിച്ചു, പ്രതികൂലങ്ങൾ വർദ്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൻ്റെ അപ്പനും ഒക്കെ മരിച്ചു. സ്തോത്രം. 5 വയസ്സ് പ്രായമുള്ള ഈ പൈതലിനെയുമായി ദൈവത്തിന് സ്തോത്രം യാത്ര ചെയ്യുമ്പോൾ, ഓടി രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ ഈ പൈതൽ കയ്യിൽ നിന്ന് താഴെ വീണു 2 കാലും മുടന്തനായി മാറി. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുന്ന അന്തരീക്ഷം. പക്ഷെ അവിടെയും മറക്കാത്തൊരു ദൈവം. ജീവിതത്തിൽ എല്ലാം ഇനി എങ്ങനെ? അപ്പൻ മരിച്ചു, അപ്പൻ്റെ അപ്പനും മരിച്ചു, ശൗൽ രാജാവ് മരിച്ചു, യോനാഥാനും മരിച്ചു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ കുഞ്ഞാനാകുന്ന ഈ മെബീബോശത്ത് താഴെ വന്ന് വീണ്, ഓടി 5 വയസ്സ് പ്രായമുള്ളപ്പോൾ താഴെ വന്ന് വീണ് 2 കാലം നഷ്ടപ്പെട്ട് മുടന്തനായി. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളുടെ നടുവിലും അയ്യോ എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരുപക്ഷെ എന്തുമാത്രം വേദന ഹൃദയത്തിനകത്ത് നൊന്ത് കാണും. എന്നാൽ ആ സമയത്തും കാണാതിരുന്നില്ല ദൈവം. കണ്ടൊരു ദൈവമുണ്ട്, അറിഞ്ഞൊരു ദൈവമുണ്ട്, മനസ്സിലാക്കിയൊരു ദൈവമുണ്ട്, മാറിപ്പോകാത്തൊരു ദൈവമുണ്ട്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 31-ന്റെ 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചേ. എന്നാൽ ഫെലിസ്ത്യർ ഇസ്രായേൽ യുദ്ധം ചെയ്തു. ഇസ്രായേൽ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. ഫെലിസ്ത്യർ ശൗലെ അവന്റെ പുത്രന്മാരെ പിന്തുടർന്നു ചെന്നു. ഫെലിസ്ത്യർ ശൗലിന്റെ പുത്രന്മാരായ യോനാഥാൻ, അബീനാദാബ്, മിൽക്കിഷുവ എന്നിവരെ കൊന്നു. എന്നാൽ പട ശൗലിന്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവനിൽ ദൃഷ്ടി വെച്ചു. വില്ലാളികൾ അവൻ ഏറ്റവും വിഷമത്തിലായി. ശൗൽ തന്റെ ആയുധവാഹനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് എന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ശൗൽ മരിച്ചു എന്ന് അവന്റെ ആയുധവാഹൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തന്റെ വാളിന്മേൽ വീണ് അവനോട് കൂടെ മരിച്ചു. ഇങ്ങനെ ശൗലും അവന്റെ 3 പുത്രന്മാരും അവന്റെ ആയുധവാഹനം അവന്റെ ആളുകളൊക്കെയും അന്ന് ഒന്നിച്ചു മരിച്ചു. ഇസ്രായേൽ ഓടിപ്പോയി. ശൗലും പുത്രന്മാരും മരിച്ചു എന്ന് താഴ്വരയുടെ അപ്പുറത്തും യോർദാൻ കരയും ഉള്ള ഇസ്രായേൽ കണ്ടപ്പോൾ അവർ പട്ടണങ്ങളെ വെടിഞ്ഞ് ഓടിപ്പോവുകയും ഫെലിസ്ത്യർ വന്ന് അവിടെ പാർക്കുകയും ചെയ്തു. പിറ്റേന്നാൾ ഫെലിസ്ത്യർ നിഹതന്മാരുടെ വസ്ത്രം ഉരിവാൻ വന്നപ്പോൾ ശൗലും പുത്രന്മാരും ഗിൽബോ പർവ്വതത്തിൽ വീണ് കിടക്കുന്നത് കണ്ടു. അവർ അവന്റെ തല വെട്ടി അവന്റെ ആയുധവർഗവും അഴിച്ചെടുത്തു. തങ്ങളുടെ വിഗ്രഹ ക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിൽ വർത്തമാനം അറിയിക്കേണ്ടതിന് ദേശത്ത് എല്ലായിടവും ആളയച്ചു. അവന്റെ ആയുധവർഗം അവർ അസ്തോരത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവന്റെ ഉടൽ അവർ ബേത്ത്ഷാന്റെ ചുവരന്മേൽ തൂക്കി. എന്നാൽ ഫെലിസ്ത്യൻ ശൗലിനോട് ചെയ്തത് ഗിലെയാദിലെ ഇബേഷ് നിവാസികൾ കേട്ടപ്പോൾ ശൂരന്മായി എല്ലാവരും പുറപ്പെട്ട് രാത്രി മുഴുവൻ നടന്നു ചെന്ന് ബേത്ത്ഷാന്റെ ചുവരിൽ നിന്ന് ശൗലിന്റെ ശവവും അവന്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്ത് യാബേഷിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ദഹിപ്പിച്ചു. മതി. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ സ്തോത്രം. ഇവിടെ ഇതാ പ്രശ്നമുണ്ടായി. ഈ സ്തോത്രം ശൗലിന്റെ മകനായ യോനാഥാനും മറ്റു മക്കളും എല്ലാം ഒരുമിച്ച് തകർന്നുപോയി, പട്ടുപോയി. സ്തോത്രം. യോനാഥാൻ ദാവീദുമായിട്ട് നല്ല സ്നേഹമുള്ള ആളായിരുന്നു. യോനാഥാൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വരിയുണ്ട്. ദാവീദിൻ്റെ മനസ്സ്, ദാവീദിൻ്റെ ഹൃദയം, ദാവീദിൻ്റെ മനസ്സ് എങ്ങനെയുള്ളതെന്ന്
യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ദാവീദിൻ്റെ മനസ്സെന്ന് ഞാൻ വല്ലാത്തൊരു മനസ്സാണ് സഹോദരങ്ങളെ. നമ്മൾ ധ്യാനിക്കും തോറും ഞാൻ എത്രയോ തവണ ചിന്തിച്ചു ഈ ഒരു മനസ്സ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം 1 ശമൂവേലിൻ്റെ പുസ്തകം നമുക്കറിയാം 16-ാം അധ്യായം 17-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ അവിടെ ഇതാ വരുന്നു. സ്തോത്രം, അപ്പന് ഉള്ള മക്കളിൽ ഇളയവനാകുന്ന ദാവീദിനെ ആട് മേയ്ക്കാനാണ് സ്തോത്രം അയച്ചത്. മറ്റുള്ളവരെല്ലാവരും യോദ്ധാക്കളായി പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുമ്പോൾ ഇവിടെ ഇതാ ഒരുത്തൻ സ്തോത്രം ആർക്കും വേണ്ടാന്ന് ചിന്തിച്ചുള്ള ഒരു നിലപാടിൽ അവനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ കാട്ടിനകത്ത് എൻ്റെ അപ്പനും അവനുമായിട്ടുമായിരുന്നു ജീവിതം. ഹല്ലേലൂയ. ആരൊക്കെ? ദൈവവും ദാവീദുമായിട്ടാണ് ജീവിതം. സംഭാഷണം ദൈവമായിട്ട്, നടപ്പ് ദൈവമായിട്ട്, ഇടപെടൽ ദൈവമായിട്ട്, വേറെ ആരോടും പങ്കുവയ്ക്കാനില്ല. തൻ്റെ ഹൃദയം മുഴുവൻ പകരുന്ന ഒരു സ്ഥലമുണ്ട്, അത് യേശുവിനോടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ദൈവത്തിന് സ്തോത്രം, ശൗൽ രാജാവ് പാപം ചെയ്ത നിമിത്തം ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഇറങ്ങി ദൈവത്തിന് ഹിതമല്ലാതായി. ആ സ്ഥാനത്ത് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, നീ ഇശായിയുടെ വീട്ടിൽ പോകണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തൈലം നിറച്ച്, കൊമ്പിൽ തൈലവും നിറച്ച് ശമൂവേൽ പ്രവാചകൻ ഇശായിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. സ്തോത്ര. ദൈവം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, മോനെ, ഞാൻ പറയുന്ന ആളിനല്ല നീ അഭിഷേകം ചെയ്യല്. പൊക്കം നോക്കരുത്, വണ്ണം നോക്കരുത്, കഴിവ് നോക്കരുത്, ആരോഗ്യം നോക്കരുത്, നീ വേറെ ഒന്നും നോക്കരുത്. ഞാൻ പറയുന്നതിനെ നീ നോക്കണം, അവനെ അഭിഷേകം ചെയ്യണം. ഞാൻ പറയുന്നതിനെ മനുഷ്യൻ പുറം നോക്കുന്നു, ഹല്ലേലൂയ, ദൈവമോ ഹൃദയം നോക്കുന്നു. അങ്ങനെ പ്രവാചകനാകുന്ന ശമൂവേലിനെ സ്വർഗത്തിലെ ദൈവം കൊമ്പുകൾ തൈലം നിറപ്പിച്ച് പറഞ്ഞയച്ചു. ഇശായിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും അടുത്തടുത്ത് വന്നു. ആദ്യ ജ്യേഷ്ഠന്മാരെല്ലാം അടുത്തടുത്ത് ഓടി വന്നു. ദൈവത്തിന് സ്വത്രം. എല്ലാവരും നോക്കി ആരെയും സ്വത്രം ഓരോരുത്തരെയും ഈ മനുഷ്യൻ സെലക്ട് ചെയ്യാൻ നോക്കി. കണ്ടോ, കർത്താവ് പറഞ്ഞാലേ അറിയാവൂ, ഇയാൾക്കറിയത്തില്ല. കണ്ടോ, ദൈവത്തിന് പറഞ്ഞാലേ അറിയാവൂ. സെലക്ട് ചെയ്യാൻ നോക്കി. പക്ഷേ സ്വത്രം കർത്താവ് ഒന്നും അനുവദിച്ചില്ല. ഇതാ എന്ന് ഓരോ വാക്കും പറയുന്നുണ്ട് അതിനകത്ത്. പക്ഷേ അവിടെ ഒന്നും സെലക്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. എന്നാൽ സ്വത്രം അവിടെ അപ്പോഴുണ്ടായിരുന്ന ആര് ദൈവം സെലക്ട് ചെയ്തില്ല. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഈശായിയോട് ചോദിച്ചു, ഇനി നിനക്ക് മക്കളില്ലേ? ഇത്രയും മക്കളെ ഉള്ളോ? അപ്പോൾ പറഞ്ഞു, ഒരുത്തനുണ്ട്, അവൻ കാട്ടിലാണ്. ഹല്ലേലൂയ, എന്ത് സ്തോത്രം, ആമേൻ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്നാൽ അവനെ വിളിച്ചിട്ട് വാ. അവൻ വന്നിട്ടല്ലാതെ, അവൻ അഭിഷേകം ചെയ്തല്ലാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. വീട്ടിനകത്ത് നല്ല ഒരു സ്വത്രം ഫുഡ് ഒരുക്കി വെച്ചിരിക്കുക, തയ്യാറാക്കി വെച്ചിരിക്കുക. പക്ഷെ അതിനകത്ത് ആ ദാവീദില്ല. പക്ഷേ ആര് മറന്നപ്പോഴും മറക്കാത്തൊരു ദൈവമുണ്ട്. ആര് മറന്നപ്പോഴും, ആര് മാറിയപ്പോഴും, ആര് കണ്ടില്ലെങ്കിലും കണ്ടൊരു ദൈവമുണ്ട്. ആ പുൽമേടുകളിൽ നിന്ന് എൻ്റെ ദൈവം അവനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആടുകളുടെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ ദൈവം അവനെ കൂടുതൽ സ്നേഹിച്ചു, അവനും ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആ ദാവീദിന്റെ ദൈവം ഇശായിയുടെ വീട്ടിനകത്ത് വരുത്തിച്ചു. അങ്ങനെ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുന്നു. അഭിഷേകത്താൽ നിറഞ്ഞ ദാവീദ് ദൈവശക്തിയിൽ നിറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ശൗൽ രാജാവായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഫെലിസ്ത്യർ പടയോടെടുത്തു. ശ്രദ്ധിച്ച് കേൾക്കണമേ. ഫെലിസ്ത്യർ പടയോടെടുത്തു. വല്ലനായ ഗോലിയോത്ത് സ്തോത്രം തകർത്ത് കളയുമെന്ന് വാദിച്ച് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ നാളുകൾ ഇസ്രായേൽ ജനം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. അവർ പേടിച്ച് ഇസ്രായേൽ ജനം പുറകോട്ട് പോകുന്നു. ഗോലിയോത്തിനെ പേടിച്ച് ഇസ്രായേൽ ജനം പുറകോട്ട് പോകുമ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. മല്ലനെ പേടിച്ച് ഇസ്രായേൽ ജനങ്ങൾ പേടിച്ച് ഒളിച്ചോടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൻ ആകുന്ന ഇശായി പാൽക്കട്ടയും ചില സാധനങ്ങളുമായിട്ട് ദാവീദിനെ പറഞ്ഞയക്കുന്നു. ദാവീദ് അട്ടടയനാണ്. സ്തോത്രം. ഓടി വന്ന് ജ്യേഷ്ഠന്മാരുടെ സുഖവിവരം അന്വേഷിക്കുവാൻ ഓടി വന്നതാണ്. വരുമ്പോഴുണ്ട് സ്തോത്രം, താൻ വലിയ ആൾക്കാരായിട്ട് വെച്ചിരുന്ന തൻ്റെ ജ്യേഷ്ഠന്മാർ, ആയുധ അഭ്യാസികൾ, ശൗൽ രാജാവ്, ഏറ്റവും പൊക്കമുള്ള ഒരു മനുഷ്യനാണ് ആര്? ശൗല് രാജാവ് ഉൾപ്പെടെ എല്ലാവരും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, അഭിഷേകം നഷ്ടപ്പെട്ടവൻ പുറകോട്ട് പോകും, കൃപ നഷ്ടപ്പെട്ടവൻ പുറകോട്ട് പോകും, ദൈവശക്തി നഷ്ടപ്പെട്ടവൻ പുറകോട്ട് പോകും. എന്നാൽ അഭിഷേകമുള്ളവൻ പുറകോട്ടല്ല, അവൻ മുന്നോട്ട് തന്നെ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അഭിഷേകം കുറഞ്ഞവൻ പുറകോട്ട് നീങ്ങി മാറി ഒതുങ്ങുമ്പോൾ എല്ലാത്തിനും ഒതുങ്ങും. കാരണം എന്താ? അഭിഷേകം ചോർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഒതുങ്ങി മൂലയിൽ ഒതുങ്ങും. പക്ഷേ അഭിഷേകമുള്ളവൻ, ധൈര്യമുള്ളവൻ, വിശ്വാസം കുറയാത്തവൻ, പ്രത്യാശ ഉള്ളവൻ, വിശ്വാസം, ശ്രദ്ധിച്ച് കേട്ടെ, അഭിഷേകമുള്ളവൻ, വിശ്വാസമുള്ളവൻ, ഉറപ്പുള്ളവൻ, ദൈവത്തിൽ ഉറപ്പുള്ളവൻ പുറകോട്ടല്ല പോകുന്നത്, മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ പോകും. ഇന്ന് ഇതിനകത്ത് ആരുടെ മേലൊക്കെ ശക്തി ദൈവം പകരുന്നുണ്ട്. ഞാൻ പറയാം, ഒരു മനുഷ്യനല്ല പകർന്നത് ആ ശക്തി, ദൈവം നിന്റെ മേൽ പകർന്ന ശക്തി. 2 ദിവസം നിന്ന് 2 പ്രാവശ്യം കൈതൊട്ട് നിന്നെ ഒന്ന് ബലപ്പെടുത്തുമ്പോൾ ഒരാഴ്ച നിൽക്കുന്ന ഒരു ശക്തിയല്ല ഇന്ന് പകരാൻ പോകുന്നത്. ആമേൻ. യേശുവിന്റെ വരവ് വരെ,
ഹല്ലേലൂയ. വീണു പോകാതെ കൃപമേൽ കൃപ പകർന്ന് അത്യന്തപരമായ ശക്തിയോടെ, ആത്മാവിന്റെ ബലത്തോടെ, അധികാരത്തോടെ, അഭിഷേകത്തോടെ മുന്നോട്ട് പോകുന്ന ശക്തി അത്രേ ദൈവം പകരുന്ന ശക്തി. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ദൈവം ഒരു ആളിൻ്റെ മേൽ ശക്തി പകർന്നാൽ സ്വത്രം അപ്പോഴവരെ തട്ടയും വേണ്ട, തള്ളയും വേണ്ട. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശുവിൽ നിന്ന് പ്രാപിച്ചാൽ നിങ്ങൾ എത്ര പേര് അംഗീകരിക്കുന്ന എനിക്കറിയത്തില്ല. അംഗീകരിച്ചാലില്ലെങ്കിൽ ഞാൻ പറയാം, യേശുവിൽ നിന്ന് പ്രാപിച്ചാൽ ജീസസ് പ്രതികൂലങ്ങളിൽ ആളിക്കത്തും, പ്രശ്നത്തിൽ ആളിക്കത്തും, പ്രതിസന്ധിയിൽ ആളിക്കത്തും. പ്രതികൂലത്തിൽ നീ ഒറ്റപ്പെട്ടായിരിക്കും നിൽക്കുന്നത്, അപ്പോഴും ആളിക്കത്തിക്കുന്ന ഒരു അഭിഷേകം നിന്റെ അടുത്ത് നിന്ന് അരമുറുക്കുന്ന ദൈവം നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്വത്രം. ദാവീദ് എന്തെല്ലാം പ്രശ്നത്തിലൂടെ പോയി, അവിടെ എല്ലാം തളരാത്ത കാര്യം എന്താ? കാരണം എന്താ തളരാത്ത കാര്യം എന്താ? ഓരോ പ്രാവശ്യം വന്ന് ആരെങ്കിലും ധൈര്യപ്പെടുത്തി വിടാനുണ്ടായിരുന്നോ? വാ പിള്ളേ എന്തിന് പിന്മാറി നിൽക്കുന്ന വാ എന്ന് പറയാനുണ്ടായിരുന്നോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞോ ദാവീദിനോട് പിള്ളേ എന്തിനാ ഒതുങ്ങിയിരിക്കുന്ന വാ എന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെ എന്താ? എടാ അവനെ തൊട്ട. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. ആമേൻ. സ്വത്രം. ദാവീദിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഓരോ ദിവസവും ശക്തിക്ക് മീതെ ശക്തി ധരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദാവീദിനെ സ്വത്രം അഭിഷേകം ചെയ്യാൻ ഇതാ പോയി അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ പടയ്ക്ക് നേരെ ഒരു ദിവസം അപ്പൻ പറഞ്ഞു വിട്ട് ദാവീദ് ചെല്ലുമ്പോൾ ഇതാ മല്ലനായ ഗോലിയത്തിനെ കണ്ട് സ്വത്രം മുൻപിൽ നിൽക്കേണ്ടവൻ ബാക്കിലോട്ട് പോവുക. പേടി. എന്താണ് പേടി? എപ്പോൾ നോക്കിയാലും പേടി. ഒതുങ്ങിയിരിക്കുകയാണ്. മുന്നോട്ട് കാലെടുത്ത് വെച്ചോ ശക്തികളെല്ലാം ഉടയും. പക്ഷേ മുന്നോട്ട് കാലെടുത്ത് വെക്കാം പേടി. എങ്ങോട്ട് പോവുകയാണ്? പുറകോട്ട്. അങ്ങ് പേടിച്ച് പുറകോട്ട് പോവുകയാണ്. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ കാണുമ്പോൾ പുറകോട്ടല്ല പോകേണ്ടത്. നമുക്ക് മുൻപിൽ താമ്രവാതിലുകൾ ഉടക്കുന്ന, ഇരുമ്പോടമിൽ ഹണ്ണിക്കുന്ന, നുഖങ്ങളെ ഒടിക്കുന്ന സ്തോത്രം ഒരു ദൈവം മുൻപിൽ നടക്കുന്നെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ യുദ്ധം യഹോവയ്ക്കുള്ളത്. യഹോവ യുദ്ധം ചെയ്യും. പരാജയം പിശാചിനത്. യുദ്ധം യഹോവയ്ക്ക് ഉള്ളത്. വിജയം ദൈവത്തിന്റെ മക്കൾക്കുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? മുൻപോട്ട് പോകുന്ന പൈതലിനുള്ളതാണ് വിജയം. ദൈവത്തിന് സ്വത്രം. ഇവിടെ നോക്കുമ്പോൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ഇസ്രായേൽ ജനം പുറകോട്ട് പോകുമ്പോൾ ദൈവശക്തിയോടെ അഭിഷേകത്താൽ നിറഞ്ഞ് ദാവീദ് ഓടി വരികയാണ്. പടയേൽക്കാനായിട്ട് ഓടി വരികയാണ്. ഇവനെ കണ്ടപ്പോഴേ പിച്ച് ചീന്തി കളയാന്ന് എല്ലാവരും ചിന്തിച്ചു. അഭിഷേകമുള്ളവനെ കാണുമ്പോൾ ചിലപ്പം പിച്ച് ചീന്താന്ന് ശത്രു തോന്നില്ലടാ, പറ്റത്തില്ല. അഭിഷേകമുള്ളവനെ പിച്ച് ചീന്താൻ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും അഭിഷേകം പ്രാപിക്കണമെന്ന്. അഭിഷേകമുള്ളവനെ പിച്ച് ചീന്താൻ ഒരു ശക്തിക്കും ഇതിനകത്ത് നിന്റെ മേലെ അഭിഷേകമുണ്ടെങ്കിൽ നിന്നെ പിച്ച് ചീന്താൻ ഒരു അന്ധകാര ശക്തിക്കും ഒരു ഇരുട്ടിനും ഒരു ദുഷ്ടനും കഴിയത്തില്ല. നിന്റെ മേലെ ആ ശക്തി വരട്ടെ, ആ കൃപ വരട്ടെ, ആ അഭിഷേകം വരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മേലെ ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ മേലെ കൃപ ഉണ്ടെങ്കിൽ പേടിക്കുന്നല്ല, പേടിച്ച് ഒളിച്ചിരിക്കുന്നല്ല. പിന്നെ ഒരു കൂട്ടം പേർ ഒളിച്ചിരിക്കുന്ന സ്ഥാനത്ത് ഫ്രണ്ടിൽ വന്ന് നിന്ന് സൈന്യത്തിൻ്റെ അധിപതിയെ നോക്കി പുറത്തു വരും. ഇവിടെ ഇതാ കർത്താവാകുന്ന ദൈവത്തെ കണ്ട ദാവീദ് യുദ്ധക്കളത്തിലിറങ്ങി യുദ്ധത്തിൽ അവനെ പരാജയം. ഒറ്റ കല്ലിൽ ഹല്ലേലൂയ. ഒറ്റ സ്തോത്രത്തിൽ ഉടയത്തെ കഥയുള്ളൂ. ഒറ്റ സ്തുതിയിൽ ഉടയത്തെ കഥയുള്ളൂ. ഒറ്റ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഉടയത്തെ കഥയുള്ളൂ. ഒരു വാക്കിൽ ഉടയത്തെ കഥയുള്ളൂ. ഈ വലിയ ശക്തികൾ, ചെറിയ ശക്തികൾ എല്ലാം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, മുന്നോട്ട് ദൈവം തന്ന കൃപയിൽ മുന്നോട്ട് നമ്മൾ നിൽക്കുമ്പോൾ ആമേൻ സ്വത്രം. ആ ദുഷ്ടൻ പേടിച്ച് അവൻ തകർന്ന് തരിപ്പണമാകും. ആമേൻ. ദുഷ്ടൻ്റെ ആശ നശിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകും. പേടിച്ച് ഒതുങ്ങുകയല്ല. ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ സ്തോത്രം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളത് തന്നെ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തി ഉള്ളതാണ്. എന്റെ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകമുള്ളവനെ കെട്ടി ഒതുക്കാൻ കഴിയത്തില്ല. അഭിഷേകമുള്ളവനെ ചരടിൽ കെട്ടി ഒതുക്കാൻ കഴിയത്തില്ല. അഭിഷേകമുള്ളവനെ ചങ്ങലക്കിട്ട് ഒതുക്കാൻ കഴിയത്തില്ല. അഭിഷേകമുള്ളവനെ പൂട്ടിയിടാൻ കഴിയത്തില്ല. അഭിഷേകമുള്ളവനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അഭിഷേകം മുഖത്ത്
മുഖത്തെ പോട്ടേക്ക്. ഓ ആമേൻ 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 ഹല്ലേലൂയ. അഭിഷേകം മുഖത്തെ പോട്ടേക്കും, അഭിഷേകം ഇരുട്ടിനെ പോട്ടേക്കും, അഭിഷേകം ശത്രുവിന്റെ പദ്ധതികളെ താളടിയാക്കും, അഭിഷേകം ഓ നിന്നെ ഫ്രീയാക്കി പുറത്തെടുക്കും, അഭിഷേകം ദുർഭൂത ശക്തികളെ കാത്തിക്കും, അഭിഷേകം ഓ ദുർവ്യാപാരങ്ങളെ കാത്തിക്കും, അഭിഷേകം സകല ഇരുട്ടിന്റെ ശക്തികളെയും സകല പിശാചിന്റെ രഹസ്യ പദ്ധതികളെയും കാത്തിക്കുന്നതാണ് അഭിഷേകം. അഭിഷേകം ഇന്ന് വീടിനേക്കാൾ വലിയവനാണ്, വലിയവനാണ്. ഓ ആമേൻ ആമേൻ. നിന്റെ അകത്ത് വലിയവനാകുന്ന യേശുവുണ്ട്. ഓ ദാവീദ് അത് മനസ്സിലാക്കി, ദാവീദ് അത് മനസ്സിലാക്കി. ഇന്ന് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? നമ്മുടെ അകത്ത് ഒരുവനുണ്ട്, സർവശക്തൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സർവശക്തനാകുന്ന ദൈവം നമ്മുടെ അകത്തുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടെ മുന്നോട്ട് കാല് വെക്കുമ്പോൾ ശത്രു ഒറ്റ കല്ലിൽ വീഴാനുള്ളതേ ഉള്ളൂ. അമ്മ ഒറ്റ സ്തോത്രത്തിൽ വിടാനുള്ളതേ ഉള്ളൂ. യേശുവിൻ്റെ നാമം പറയും മുമ്പേ, അമ്മേ നിങ്ങൾ പറഞ്ഞു നോക്കി, യേശുവിൻ്റെ നാമം പറയും മുമ്പേ അവൻ്റെ കൂടും കുടുക്ക എടുത്തോണ്ട് ഓടി ഇറങ്ങി. ആമേൻ. യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്, യേശുവിൻ്റെ ശബ്ദത്തിന് ശക്തിയുണ്ട്, യേശുവിൻ്റെ വാക്കിന് ശക്തിയുണ്ട്, യേശുവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം ഓ നമ്മുടെ നാവിൽ ദൈവം തന്നിരിക്കുന്നു. ഇരമ്യാവിൻ്റെ നാവിൽ ദൈവം തൊട്ടു, അവൻ്റെ നാവിൽ ചില അധികാരത്തെ കൈമാറിയവൻ. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ജനം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പേടിച്ചോടി അലറി. ഓ സ്തോത്രം. ഇസ്രായേൽ ജനങ്ങളെല്ലാം പുറകോട്ട് പോകുമ്പോൾ അഭിഷേകമുള്ളവൻ പുറകോട്ടല്ല, മുന്നോട്ട്. അങ്ങനെ അഭിഷേകം കുറഞ്ഞു പോയപ്പോൾ ഒരു കൂട്ടം വരി പുറകോട്ട് പോയി അല്ലേ? അഭിഷേകമുള്ളവൻ പുറകോട്ട് പോയെന്നാണോ? പിന്നെ മുന്നോട്ട് പോയി. ഒതുക്കാൻ പറ്റിയോ? വേലി കെട്ടാൻ പറ്റുമോ? ഇവിടെ മല്ലൻ വന്നിട്ട് ഒതുങ്ങിയോ? ഇത്രയും വലിയ മല്ലനെ ഒതുക്കാൻ പറ്റുമോ ഇവന്റെ അഭിഷേകത്തെ? ഇല്ല. ഇന്ന് ഇതിനകത്ത് എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് പറയുന്ന നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആ ശക്തിയുടെ ആളവറ്റ വലിപ്പം എന്തെന്ന് നീ തിരിച്ചറിഞ്ഞ്. ആമേൻ ഹല്ലേലൂയ. മല്ലനെ കണ്ട് നമ്മളല്ല ഓടേണ്ടത്, മല്ലൻ വീഴണം, അവൻ തകരണം. ദൈവത്തിന് സ്തോത്രം. ഇത് ജനക്കൂട്ടം ആയിരങ്ങൾ പതിനായിരങ്ങൾ കണ്ടപ്പോൾ ദാവീദിനെ തൂക്കി തോളിൽ ആരെടുത്തു? ദാവീദിനെ തൂക്കി തോളിലെടുത്തു. എന്താന്ന് വിളിച്ചു പറഞ്ഞു? ആ ദാവീദോ. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഇത് പതുക്കെ ശൗൽ കേട്ടോണ്ട് വന്നു. ആദ്യം 1000 കൊന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ആനന്ദത്തോടെ നിന്നപ്പോഴാണ് അടുത്ത വരി വന്നത്. ആദ്യത്തെ വരി ശൗലോ 1000 കൊന്നേന്ന് വിളിച്ചപ്പോൾ തീർന്നപ്പോൾ ഓ വളരെ ആനന്ദത്തിൽ ഒന്ന് നൃത്തം ചെയ്ത് മതി പറഞ്ഞൊന്ന് ചാടി ഒന്ന് സട കുടഞ്ഞൊന്ന് എഴുന്നേറ്റപ്പോൾ ഉണ്ട് അടുത്ത വരി ദാവീദോ. അടുത്ത വാക്ക് 10,000. കുടഞ്ഞതും പോയി, നിന്നതും പോയി, വന്നതും പോയി, ഉള്ള ഭൂതമല്ല മുഴുവനകത്തും അപ്പ കയറി ഭൂതം. സ്വത്രം. അപ്പ ഭൂതം കയറി. ആഹാ. അസൂയയുടെ ഭൂതം മുഴുവൻ ആരുടെ അകത്ത് കയറി? ശൗലിൻ്റെ അകത്ത് അങ്ങോട്ട് കയറി. അന്ന് വരെ ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ശൗലിന് സന്തോഷം കിട്ടും. അതുമല്ല ദാവീദ് ഇവിടെ സ്വത്രം യുദ്ധക്കളത്തിൽ ജയിച്ചപ്പോൾ മോനെ നീ ആരുടെ മോനെന്നൊക്കെ ചോദിച്ചു എന്തൊരു സ്നേഹം എന്നറിയാമോ? പക്ഷേ ഈ ഒറ്റ വരി വന്നപ്പം പിന്നെ സ്നേഹം എവിടെ കൊണ്ടു ചെന്ന് കൊല്ലാൻ എത്തിക്കിച്ചു. പിന്നെ അവൻ്റെ പുറകെ കൊല്ലാൻ വേണ്ടി നടന്നു സ്വത്രം ശൂലം കൊണ്ട് കുത്താൻ നോക്കും, പറ്റത്തില്ല. സ്വത്രം അവസാനം വരെയും ശൗല് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഓടി നടന്നു. പലവട്ടം ദാവീദിൻ്റെ ഹൃദയം പറയുക, പലവട്ടം ഈ ശൗല് സ്വത്രം കൊല്ലാൻ പോകുമ്പോഴും അടുത്തടുത്ത് വെച്ച് ദാവീദ് ശൗലും കണ്ടു. ദാവീദ് എല്ലാ തൻ്റെ കൂട്ടാളികളോട് പറയും, ശൗലിനെ തൊട്ടു പോരുത്, അത് ദൈവത്തിൻ്റെ അഭിഷക്തനാണ്. എങ്ങനെ ഹൃദയം കണ്ടോ? ദൈവത്തിൻ്റെ കൊല്ലാൻ വരുന്നവനെ സ്നേഹിക്കുന്ന ഹൃദയം കണ്ടോ? ശൗൽ ആരാ? കൊല്ലാൻ വരികയാണ്. പക്ഷേ ദാവീദ് എന്തെന്നാ പറഞ്ഞേ? സ്വത്രം ഇവൻ ദൈവത്തിൻ്റെ അഭിഷക്തൻ. എന്താ പറഞ്ഞേ? ദൈവത്തിൻ്റെ അഭിഷക്തൻ. ആരും തൊടല്ലേ. ഇയാളെ കൊല്ലാൻ വന്നിട്ട് ഇയാളും തൊടുന്നില്ല. ഇയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പല അവസരങ്ങളും കിട്ടി തകർക്കാം, പക്ഷെ തകർത്തില്ല. നോക്കിയേ നമ്മളുടെ ഹൃദയം അത്. യേശു പറഞ്ഞെന്തോ ദാവീദ് ആരുടെ ഹൃദയമുള്ള, ആരുടെ മനസ്സുള്ള? സ്വത്രം. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഈ ഇത്രയും കൊല്ലാൻ വേണ്ടി കുന്തവും കൊണ്ട് പോയിട്ടും ദാവീദിന് ഒറ്റ വരി ആൾക്കാരെ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്,
ശൗലിനെ തൊടരുത്. അത് ദൈവത്തിൻ്റെ അഭിഷക്തൻ. അഭിഷേകമൊക്കെ പോയല്ലേ? പോയി. പക്ഷെ എന്നിട്ടും ദാവീദിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ശൗൽ ഇപ്പോഴും ഒരു അഭിഷേകമുള്ളവൻ എന്ന് വരെ ഉണ്ടായിരുന്നു. ശൗലിൻ്റെ മരണം വരെ ഇതായിരുന്നു. എന്നുവരെ ശൗലിൻ്റെ മരണം വരെയും ശൗൽ എന്ത് തെറ്റ് ചെയ്തപ്പോഴും ദാവീദ് ശൗലിനെ ഒന്നും ചെയ്തില്ല. ദാവീദിൻ്റെ കൂടെ വന്നവരെയും ശൗലിനെ തൊടാൻ വിട്ടില്ല. സ്തോത്രം. ദാവീദ് പറഞ്ഞു, തൊടരുത്. അയാൾ ദൈവത്തിൻ്റെ രാജാവ്, ദൈവത്തിൻ്റെ അഭിഷക്തൻ. പലപ്പോഴും മുഖത്തോട് മുഖം കാണുമ്പോഴും അയ്യോ യജമാനനെ, അങ്ങ് ഈ ചെള്ളിനെയാണോ കണ്ടത്? അങ്ങ് എന്നെയാണോ? ഞാൻ ആരാ? ഞാൻ എന്താ? ഞാൻ വേറെ ഒന്നും അല്ലല്ലോ, ഏതുമല്ലല്ലോ. എന്നെയാണോ അങ്ങ് തപ്പി നടന്നത്? ഓഹ്, ഞാൻ എന്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആ കൃപയുള്ളവൻ, അഭിഷേകം കണ്ടോ, അഭിഷേകം എപ്പോഴും താഴ്മയിലേക്ക് കൊണ്ടെത്തിക്കും. അഭിഷേകം നിഗളിക്കത്തില്ല, അഭിഷേകം താഴ്മയിലേക്ക് എത്തിക്കും. അഭിഷേകം സ്വർഗത്തിലെ യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക്, ആ താഴ്മയിലേക്ക് എത്തിക്കും. തന്നെ കൊല്ലാൻ വരുന്നവനെ സ്നേഹിച്ച ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ സ്നേഹമേ ഉള്ളൂ. ആ സ്നേഹമുള്ള ദാവീദ് കൊല്ലാൻ വന്ന ശൗലിനെയും സ്നേഹിച്ചു. നിങ്ങൾ തീർന്നില്ല. ഇവർ രണ്ടുപേരും ഹല്ലേലൂയ കൊല്ലാൻ ശൗല് പുറകെ നടന്നിട്ടും ദാവീദിനെ കൊല്ലാൻ പറ്റില്ല. അവസാനം ദൈവത്തിന് സ്തോത്രം. ദാവീദ് മറ്റൊരു സ്ഥലത്ത് യുദ്ധക്കളത്തിൽ പോയിരുന്നു. നമുക്കറിയാം, 30-30 അധ്യായം വായിക്കുമ്പോൾ ഉണ്ട്. സ്തോത്രം. യുദ്ധക്കളത്തിൽ പോയിരുന്നു. വിജയിച്ച് പുറത്തു വരുമ്പോൾ താൻ അറിഞ്ഞ ശബ്ദം, സ്തോത്രം, പടയിൽ പട്ടുപോയി. ആരൊക്കെ പട്ടുപോയി? വായിച്ചേ 2 ശമൂവേലിൻ്റെ പുസ്തകം ടക്കനെ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചെന്നല്ല, വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. 2 ശമൂവേൽ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യം. നമ്മുടെ ഹൃദയം മാറട്ടെ, നമ്മുടെ ചിന്തകൾക്കെല്ലാം ഒരു മാറ്റം വരട്ടെ. ദൈവത്തിൻ്റെ ഹൃദയമുള്ളവരായി, ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറട്ടെ എന്നും. സ്തോത്രം. ഹല്ലേലൂയ. പുറത്തൂടെ ഒരു മാറ്റം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ സ്വഭാവത്തിനകത്ത് ഒരു മാറ്റം വരട്ടെ. ഏത് ശത്രുവിനെ സ്നേഹിക്കുന്നൊരു സ്വഭാവമാണ് യേശുവിൻ്റെത്. നമുക്കതില്ല സ്നേഹിതരെ. അത് വരണമെങ്കിൽ യേശു നമ്മൾ നിറയട്ടെ, യേശുവിൻ്റെ സ്വഭാവം നമ്മൾ നിറയട്ടെ. പുറമെ നമുക്ക് എല്ലാ രീതിയിലും വളർച്ചയുണ്ട്, പക്ഷേ അകത്തൊരു വളർച്ചയുണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. 2025 അകത്തൊരു വളർച്ച വരട്ടെ. വായിച്ചേ. ശൗൽ മരിക്കുകയും ദാവീദ് അമാലേക്കിനെ സംഹരിച്ച് മടങ്ങി വന്നു സിക്ലാഗിൽ 2 ദിവസം പാർക്കുകയും ചെയ്ത ശേഷം മൂന്നാം ദിവസം ഒരാൾ വസ്ത്രം കീറി തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ശൗലിന്റെ പാളയത്തിൽ നിന്ന് വന്നു ദാവീദിന്റെ അടുക്കലെത്തി സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. ദാവീദ് അവനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുകയാവുന്നു എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട് കാര്യം എന്തായി പറക എന്ന് ചോദിച്ചു. അതിന് അവൻ ജനം പടയിൽ തോറ്റോടി, ജനത്തിൽ അനേകർ പട്ടുവീണു. ശൗലും അവന്റെ മകനായ യോനാഥനും കൂടെ പട്ടുപോയി എന്ന് ഉത്തരം പറഞ്ഞു. വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട് ദാവീദ് ശൗലും അവന്റെ മകനായ യോനാഥാനും പട്ടുപോയി നീ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ചതിന് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ പറഞ്ഞത്, ഈ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവനെ കൊന്നല്ലേ, രക്ഷപ്പെട്ടു. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് ഉപദ്രവിക്കുന്ന ആള് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം വരുമോ സങ്കടം വരുമോ? നമ്മൾ ഏത് കൂട്ടത്തിൽ നോക്കിയേ സന്തോഷം വരുമല്ലേ? അയാൾ തീന്നല്ലാതെ ഒരു സ്വസ്ഥത, ഒരു സമാധാനവും തരൂല. അയ്യോ അയാൾ തീന്നാൽ എല്ലാവരും ഇതല്ലേ പറയുള്ളൂ. പക്ഷെ ദാവീദ് പറഞ്ഞ് എന്ത് നോക്കിയാൽ കൊല്ലാൻ നടന്നവൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞ് വായിച്ചെടുത്ത വരി. അതാണ് ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ ഹൃദയം എന്താ, യേശുവിൻ്റെ മനസ്സെന്താന്ന് വായിച്ചേ. വർത്തമാനം നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചതിന് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ പറഞ്ഞത്, ഞാൻ എതിർച്ചയായി ഗിൽബോവ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ശൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും തേരും കുതിരപ്പടയും അവനെ തുടർന്ന് നടക്കുന്നതും കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു വിളിച്ചു, അടിയൻ ഇതാ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. നീ ആരെന്ന് അവൻ എന്നോട് ചോദിച്ചതിന് ഞാൻ ഒരു അമാലേക്കൻ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് നീ അടുത്തു വന്ന് എന്നെ കൊല്ലേണം, എന്റെ ജീവൻ മുഴുവനും എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്തു ചെന്ന് അവനെ കൊന്നു. അവന്റെ വീഴ്ചയുടെ ശേഷം അവൻ ജീവിക്കയില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അവന്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടകവും ഞാൻ എടുത്ത് ഇവിടെ യജമാന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാം കേട്ടോണ്ട് ആര് നിൽക്കുക? ദാവീദ് ഈ വന്ന ആൾ വിചാരിച്ചു ദാവീദ് ഇപ്പൊ ഇയാളെ തൂക്കിയെടുത്ത് പൊക്കി മേലധികാരിയാക്കി ഇരുത്തും, ഭയങ്കര ബഹുമാനം കിട്ടുമെന്നാണ് ഇതെല്ലാം പറഞ്ഞ. സംഭവിച്ചെന്താ നോക്കിയേ. ഉടനെ ദാവീദ് തന്റെ വസ്ത്രം പറിച്ചു കീറി കൂടെയുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു. അടുത്ത് അവർ ശൗലിനെയും അവന്റെ മകനായ യോനാഥനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയത് കൊണ്ട് വിലപിച്ചു കരഞ്ഞു. സന്ധ്യ വരെ ഉപവസിച്ചു. ദാവീദ് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട്, കണ്ടോ
സന്ധ്യ വരെ ഉപവസിച്ചു, കരഞ്ഞു നിലവിളിച്ചു. അടുത്ത് നീ എവിടത്തുകാരൻ എന്ന് ചോദിച്ചതിനെ അത് കഴിഞ്ഞ് ചോദിച്ചു, നീ എവിടത്തുകാരൻ? ഞാൻ ഒരു അന്യജാതിക്കാരന്റെ മകൻ. അയാൾ പറഞ്ഞു, ഞാൻ അന്യജാതിക്കാരന്റെ മകൻ, അമാലേക്കൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അടുത്ത് ദാവീദ് അവനോട് യഹോവയുടെ അഭിഷക്തനെ സംഹരിക്കേണ്ടതിന്. കണ്ടോ, യഹോവയുടെ അഭിഷക്തനെ കണ്ടോ, അവസാനം വരെയും പറയുന്നത് യഹോവയുടെ അഭിഷക്തൻ. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ വാക്കിതാ. സ്വത്രം ഒരു ദൈവ പൈതലിന്റെ വാക്കിതേ ഉള്ളൂ. കർത്താവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൈതലിനെ ആരെയും കുറ്റവും കുറവും പറയാൻ ഇല്ല. വചനം പ്രസംഗിക്കും, ആരെയും കുറ്റവും കുറവും പറയാൻ ഇല്ല. അടുത്ത ഒരു വായിച്ചേ. യഹോവയുടെ അഭിഷക്തനെ സംഹരിക്കേണ്ടതിനെ കൈയോങ്ങുവാൻ നിനക്ക് ഭയം തോന്നാഞ്ഞത് എങ്ങനെ എന്ന് പറഞ്ഞു. അടുത്ത വരി. പിന്നെ ദാവീദ് ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് നീ ചെന്ന് അവനെ വെട്ടിക്കളക എന്ന് പറഞ്ഞു. ഇപ്പൊ സംഭവം തിരിഞ്ഞു വന്നുണ്ടോ? വെട്ടിക്കളക എന്ന് പറഞ്ഞു. ഈ ദൈവ മനുഷ്യനാകുന്ന ദാവീദ് കർത്താവ് നിറഞ്ഞു നിന്നപ്പോൾ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ആളായി മാറിയപ്പോൾ, ശൗലിനെ കൊന്നവരെ തകർക്കുന്ന അവിടെ ഒരു കാര്യമാണ് നടന്നത്. അർത്ഥം, മനസ്സ് വിചാരിച്ച മനസ്സല്ല സ്നേഹിതരെ, ശത്രുവിനെ സ്നേഹിച്ച മനസ്സ്. ഹല്ലേലൂയ. തന്നെ കൊല്ലാൻ നടന്ന ശൗലിനെ സ്നേഹിച്ച മനസ്സ്, ശൗലിൻ്റെ മകനെ സ്നേഹിച്ച മനസ്സ്. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ഹൃദയമുള്ളവൻ, കർത്താവിൻ്റെ മനസ്സുള്ളവൻ, ഈ ക്രിസ്തുവിൻ്റെ ആ കൃപയിൽ നിറഞ്ഞ് ദാവീദ് ഓരോ സ്ഥലത്തും സ്തോത്രം ക്രിസ്തുവിൻ്റെ ദാസന്മാരെ ബഹുമാനിച്ചു, ആദരിച്ചു. അവർ പലതും ചെയ്തപ്പോഴും ഈ മനുഷ്യൻ ഒഴിഞ്ഞു മാറിയെന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം 2 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തൊരു ദിവസം ദാവീദ് ചോദിക്കുകയാണ്. അനന്തരം ദാവീദ് യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു. വായിച്ചേ. അനന്തരം ദാവീദ് ഞാൻ യോനാഥാൻ്റെ നിമിത്തം. നമ്മൾ ചിന്തിക്കും, നമ്മളെ ആരും കാണുന്നില്ലല്ലോ, നമ്മളെ ആരും അറിയുന്നില്ലല്ലോ, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമല്ലേ. പക്ഷേ ഹല്ലേലൂയ, എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, എന്നെ കാക്കുന്ന ദൈവം, എന്നെ നടത്തുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം. ഹല്ലേലൂയ. എല്ലാം അറിഞ്ഞൊരു ദൈവം. ഒരാൾ വേദനയോടെ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും അയാളെ ലോകം കണ്ടില്ലെങ്കിലും, നാട്ടുകാർ കണ്ടില്ലെങ്കിലും, ആരും കണ്ടില്ലെങ്കിലും കാണുന്നൊരു ദൈവം. സ്തോത്രം. മുടന്നുള്ളവനെ ചേർക്കാൻ മനുഷ്യൻ മടിക്കുമ്പോഴും മടിക്കാത്തൊരു സ്നേഹം. സ്തോത്രം. ഒറ്റപ്പെട്ടവനെ ചേർക്കാൻ മനുഷ്യൻ മാറി നിൽക്കുമ്പോഴും മാറി നിൽക്കാത്ത സ്നേഹമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ സ്നേഹമേ ഉള്ളൂ. ഓ ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 2 കാലും മുടന്തനായി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ സ്തോത്രം അപ്പൻ മരിച്ചു, അപ്പൻ മരിച്ചു. സ്തോത്രം. മുത്തശ്ശനാകുന്ന ശൗല് മരിച്ചു, അപ്പനാകുന്ന യോനാഥാൻ മരിച്ചു, കൊച്ചപ്പന്മാരും മരിച്ചു. സ്തോത്രം. ഒറ്റപ്പെട്ട ഈ മെഫിബോശത്ത് 2 കാലും മുടന്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ വളരെ പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ സ്തോത്രം മനുഷ്യൻ അയാളെ മറന്നു കാണും, ലോകം മറന്നു കാണും. പക്ഷേ മറക്കാത്തൊരു ദൈവം ഉണ്ടായിരുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നിന്നെ എന്നെ മറക്കാതെ കാണുന്നൊരു ദൈവമുണ്ട്, അറിയുന്നൊരു ദൈവമുണ്ട്. ലോകം അറിഞ്ഞില്ലെങ്കിലും, മറ്റാരും അറിഞ്ഞില്ലെങ്കിലും അറിയുന്നൊരു ദൈവമുണ്ട്. അങ്ങനെ സ്തോത്രം ആരും അറിയപ്പെടാതെ തകർന്നും ഭാരപ്പെട്ടും ഞരങ്ങിയും സ്തോത്രം ഈ 2 കാലും മുടന്തനായ ആ മനുഷ്യൻ സ്പാർക്കുമ്പോൾ ഒരു ദിവസം താൻ പ്രതീക്ഷിക്കാത്തൊരു വരവ്, താൻ പ്രതീക്ഷിക്കാത്തൊരു വിളി, കോളിംഗ് എവിടെന്നാ? രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് നിന്ന്. താൻ പ്രതീക്ഷിക്കാത്തൊരു കോളിംഗ് എവിടെന്നാ വന്നേ? പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന്, കൊട്ടാരത്തിൻ്റെ അകത്ത് നിന്ന്. എന്താ കോളിംഗ്? വായിച്ചേ, ഒന്ന് വായിച്ചേ, ആദ്യം 1 മുതൽ വായിച്ചേ ടക്കനെ. അനന്തരം ദാവീദ് ഞാൻ യോനാഥാന്റെ നിമിത്തം. ലോകം മറക്കുമ്പോഴും ദൈവം മറക്കത്തില്ല. ആൾക്കാർ മാറിപ്പോകുമ്പോഴും ദൈവം മാറിപ്പോകത്തില്ല. ആൾക്കാർ കൈവിടുമ്പോഴും ദൈവം കൈവിടുകയില്ല. ലോകം സ്തോത്രം ലോകത്തിൻ്റെ മുമ്പിൽ നീ ഒതുങ്ങി കഴിയുമ്പോഴും, അയ്യോ ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എൻ്റെ അവസ്ഥകൾ ആരും അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴും നിന്റെ മുഴുവൻ അവസ്ഥകളും കാണുന്നൊരു ദൈവമുണ്ട്, കാണുന്നൊരു നാഥനുണ്ട്, മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. ഓ സ്തോത്രം. ഈ മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ദൈവം സ്തോത്രം കുഞ്ഞുനാളിലെ ആ യുദ്ധക്കളത്തിനകത്തുനിന്ന് വെപ്രാളപ്പെട്ട് എടുത്തുകൊണ്ട് ഓടുമ്പോൾ, പ്രതികൂലങ്ങളുടെ നടുവിൽ എടുത്തുകൊണ്ട് ഓടുമ്പോൾ കയ്യിൽ നിന്ന് താഴെ വീണ് സ്തോത്രം 2 കാലം മുടന്തനായ ഈ മനുഷ്യനെ വളർന്നു. ഈ മനുഷ്യൻ വളർന്നു. പക്ഷേ ജീവിതത്തിനകത്ത് ഭാരത്തോടെ ഇരിക്കുമ്പോൾ ഒരു കോളിംഗ് വന്നു. അതാ പറഞ്ഞേ, ഉയരത്തിലെ കോളിംഗ് നിനക്കുണ്ടെങ്കിൽ ലോകത്തിലുള്ള ആരെല്ലാം നിന്നെ കണ്ടില്ലെങ്കിലും കാണുന്നൊരു ദൈവമുണ്ട്, അറിയുന്നൊരു ദൈവമുണ്ട്. അതത് സമയമാകുമ്പോൾ ആരും പറഞ്ഞിട്ടല്ല, ദൈവം ഇറങ്ങിച്ചെന്ന്
രക്ഷിക്കുവാൻ മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദാവീദ് രാജാവായി വാഴുമ്പോൾ അവിടെ ഇതാ ഒരു കോളിംഗ് വന്ന് വായിച്ചേ, ടക്കനെ വായിച്ചു വെക്കോ. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്ന് പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി രാജാവ് അവനോട് നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു. രാജാവ് പറഞ്ഞു അടിയൻ. രാജാവാരാ? ദാവീദ്. അടിയൻ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്. ഞാൻ എന്ത് കാണിക്കേണ്ടതിന്? വാക്ക് ശ്രദ്ധിച്ചോ. ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്. അടുത്ത ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന്, ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. ശൗലാരാ? പറ, ശൗലാരാ? ഈ ദാവീദിന്റെ ആരാ? കൊല്ലാൻ നടന്ന ആളാണ്. ആര്? ശൗൽ. ഇപ്പം ദാവീദ് അന്വേഷിക്കുന്ന ആരുണ്ടോ എന്ന്. ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും. നമ്മളാണെങ്കിലോ നമ്മൾ എന്തോന്ന് പറയും? മക്കളെ ഒന്ന് സൂക്ഷിച്ചോളണം, ഇവന്മാരെല്ലാം നമ്മളെ പറ്റിച്ചവന്മാരാണ്, ഇവന്മാരെല്ലാം നീ നിൻ്റെ കുടുംബമെല്ലാം ഒന്ന് സൂക്ഷിച്ചോളണം, ഇവന്മാരെല്ലാം കുഴപ്പം പിടിച്ചവന്മാരാണ്, ഇങ്ങനെയൊക്കെ ചെയ്ത് അപ്പനാകുന്നു എന്നെ കൊല്ലം ഓടിച്ചുകൊണ്ട് നടന്നവന്മാരാണ്, കുത്താൻ സ്വത്രം ശൂലം കൊണ്ട് നടന്നവന്മാരാണ്, ഇവന്മാരെ ഒന്നും നീ വിട്ടുകളയില്ലെന്ന് നമ്മൾ പറയുള്ളൂ. പക്ഷേ ദാവീദ് അങ്ങനെയല്ല. ദാവീദ് ചോദിക്കുന്ന അതിന് അവിടെ ആരെങ്കിലും ഉണ്ടോ? വായിച്ചേ. രണ്ടു കാലം മുടന്തനായിട്ട് യോനാഥാന്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. സീബ പറഞ്ഞു, രണ്ടു കാലം മുടന്തനായ. കണ്ടോ, രാജാവിന് കൊട്ടാരത്തിനകത്ത് വെളിപ്പെടുത്തി കൊടുത്ത ആരാ? അന്വേഷിക്കാൻ വെളിപ്പെടുത്തി കൊടുത്ത ആരാ? ആരും കണ്ടില്ലെങ്കിലും എല്ലാം കാണുന്നൊരു ദൈവം, എല്ലാം അറിയുന്നൊരു ദൈവം, എല്ലാം മനസ്സിലാക്കുന്നൊരു ദൈവം, കണ്ണുനീരൊപ്പുന്ന ദൈവം, പ്രതികൂലങ്ങളുടെ പ്രശ്നത്തിന് നടുവിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ അവസ്ഥകളെ കണ്ട് ലോകം വെറുക്കുമ്പോഴും ചേർത്ത് പിടിക്കുന്നൊരു ദൈവം. ഈ രണ്ടു കാലം മുടന്തനായവനെ മറന്നില്ല, മാറിപ്പോയില്ല, അകന്നു പോയില്ല. ദൈവം കണ്ടിട്ട് ദാവീദിന്റെ ഹൃദയത്തിനകത്ത് ഒരു തോന്നൽ ഇട്ട് കൊടുത്തു. സ്വതന്ത്ര ദാവീദ് ചോദിച്ചു, ആരെങ്കിലും ശൗലിന്റെ കുടുംബത്തിലുണ്ടോ? ഒന്നുകൂടെ വായിച്ച്, ഇപ്പൊ വായിച്ച് നിർത്തിയ വരി ഒന്നുകൂടെ വായിച്ച്. രണ്ടു കാലം ഞാൻ ദൈവത്തിന് ദയ കാണിക്കേണ്ടതിന്. ഞാൻ ദൈവത്തിന്റെ ദയ എന്തോന്ന് കാണിക്കാൻ? അപ്പൊ അവിടെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കൃപയല്ലേ? ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ മനസ്സിലായോ? അവസാനം വരെയും ദാവീദിന്റെ പുറകെ കൊല്ലാൻ നടന്ന ആളാണ് ആര്? എന്നാൽ അവന്റെ കുടുംബത്തെ ആര് സ്നേഹിക്കുന്നു? ശൗലിനെ ആര് സ്നേഹിക്കുന്നു? യേശുവിന്റെ മനസ്സെന്തോന്നാ? ശത്രുവിനെ കൊല്ലാൻ വരുന്നവനെയും ഇനി കൊല്ലാൻ വന്നവന്റെ മക്കളെയും കൊച്ചുമക്കളെയും സംരക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന നമ്മളെ എട്ടവട്ടത്തുണ്ടെന്ന് നോക്കിയേ. സ്വത്രം നമ്മളെ മനസ്സിൽ നിന്ന് ഇതൊന്നും മാറുകയില്ല. നമ്മളെ ഉപദ്രവിക്കുന്നവരുടെ ചിന്ത മാറുകയില്ല. പക്ഷേ ദാവീദിന്റെ അകത്ത് ഒരിടം പോലും ഇല്ല. സ്വത്രം വായിച്ച അടുത്ത വരി. ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന്. രണ്ടു കാലം മുടന്തനായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ടെന്ന് പറഞ്ഞു. സീബ രാജാവിനോട് പറഞ്ഞു. അടുത്ത് അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചു. അവനെവിടെ? ലോദേബാരിൽ അമ്മിയേലിന്റെ മകനായ മാഹീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദേബാരിൽ അമ്മിയേലിന്റെ മകനായ മാഹീരിന്റെ വീട്ടിൽ അവനെ വരുത്തി. അടുത്ത് ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫിബോശത്ത് ദാവീദിന്റെ അടുക്കൽ വന്നു. അടുത്ത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫിബോശത്തെ എന്ന് വിളിച്ചതിനെ അടിയൻ എന്ന് അവൻ പറഞ്ഞു. എങ്ങനെ വന്ന് വീണു? മുടന്തൻ സാഷ്ടാംഗം വിളിപ്പിച്ചു. കൊട്ടാരത്തിനകത്ത് സാഷ്ടാംഗം വീണു. മെഫിബോശത്തോ ഒന്നുകൂടെ വായിച്ചാ വരി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫിബോശത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. കണ്ട, ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ കൊല്ലാൻ നടന്നവന്റെ കൊച്ചുമകനെ സ്നേഹിക്കുന്ന ഒരു രാജാവ് ദാവീദ്. അതാ പറഞ്ഞേ, പുതിയ നിയമത്തിൽ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ദാവീദിനെ കുറിച്ച്. വായിച്ചേ. ദാവീദ് മെഫിബോശത്തെ എന്ന് വിളിച്ചതിനെ അടിയൻ എന്ന് അവൻ പറഞ്ഞു. അടിയൻ എന്ന് പറഞ്ഞു. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. கொண்டாடுவோ கவலைகள் மறந்து நாம் பாடுவோம். கொண்டாடுவோ கவலைகள் மறந்து நாம் பாடுவோம். இயேசு ராஜா வந்திருக்கிறோம், எல்லோரும் கொண்டாடுவோம். கை
യേശു രാജ വന്നിരിക്കുന്ന എല്ലോരും കൊണ്ടാടുവോ, കൈതട്ടി നാം പാടുവോ, കൊണ്ടാടുവോ കൊണ്ടാടുവോ, തവളകൾ മറന്ന് ഞാൻ പാടുവോ, കൊണ്ടാടുവോ കൊണ്ടാടുവോ, തവളകൾ മറന്ന് ഞാൻ പാടുവോ. യേശു രാജ വന്നിരിക്കുന്ന എല്ലോരും കൊണ്ടാടുവോ, കൈതട്ടി നാം പാടുവോ. യേശു രാജ വന്നിരിക്കുന്ന എല്ലോരും കൊണ്ടാടുവോ, കൈതട്ടി നാം പാടുവോ, കൊണ്ടാടുവോ കൊണ്ടാടുവോ, കവലകൾ മറന്ന് ഞാൻ പാടുവോ, കൊണ്ടാടുവോ കൊണ്ടാടുവോ, കവലകൾ മറന്ന് ഞാൻ പാടുവോ, കൊണ്ടാടുവോ കൊണ്ടാടുവോ, ദുഃഖങ്ങൾ മറന്ന് ഞാൻ പാടുവേ, കൊണ്ടാടുവോ കൊണ്ടാടുവോ, കവലകൾ മറന്ന് ഞാൻ പാടുവോ. ഹല്ലേലൂയ. ഒരിക്കലും ഈ മുടന്തനായവൻ ചിന്തിച്ചില്ല ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകുന്നു. പൈതരെ, നീ ചിന്തിക്കുന്നതായിരിക്കും എല്ലാം തീർന്നു, എല്ലാം അസ്തമിച്ച് തീർന്നിട്ടില്ല. അപ്പൻ അറിയാതെ നിന്റെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദൈവം അറിയാതെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2 കാലം മുടന്തനായവൻ, അപ്പൻ മരിച്ചു, അപ്പൻ്റെ അപ്പനും മരിച്ചു, കൊച്ചപ്പന്മാരും നഷ്ടപ്പെട്ടു. എന്നാൽ ഇവനെ കണ്ടൊരു ദൈവമുണ്ട്, ഇവനെ കണ്ട കണ്ണുണ്ട്, ഇവനെ മനസ്സിലാക്കിയ കണ്ണുണ്ട്, ഇവനെ അറിഞ്ഞ കണ്ണുണ്ട്, ഇവനെ വിളിച്ചു വരുത്തിയ സ്നേഹമുണ്ട്. അത് യേശുവിന്റെ സ്നേഹം. കൊട്ടാരത്തിനകത്ത് വിളിച്ചു വരുത്തി. സ്തോത്രം. ഹല്ലേലൂയ. മെഫിബോശത്തിനോട് പറഞ്ഞു, മോനെ ഹല്ലേലൂയ, ശൗലിനുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാൻ പോവുകയാ. തീർന്നില്ല. അടുത്ത വാക്യം വായിച്ചേ. നീയോ നിത്യം എന്റെ മേശയിൽ. നീയോ, വാക്ക് ശ്രദ്ധിക്കണേ. നീയോ നിത്യം. ആരാ? 2 കാലും മുടന്തൻ. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ. ആരാ മേശയിലെ? രാജാവിൻ്റെ. എവിടെ കിടന്നവൻ? എവിടെ കിടന്നവൻ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നെ അവിടെ രാജകൊട്ടാരത്തിൽ ഇരുത്തുമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ദിവസം, ഇന്നൊരു പക്ഷേ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളായിരിക്കാം. രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും സത്യത്തിൽ മുദ്രയും ഇരുന്നവൻ ഇരിക്കുന്നവനും വരുന്നവനുമാകുന്ന കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ച് അടുത്തിരുത്തുന്ന ഒരു സന്ദർഭമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിന്നയായിരിക്കാം, ഇന്ന് ഒറ്റപ്പെടലായിരിക്കാം, ഇന്ന് പ്രതിസന്ധി ആയിരിക്കാം, ഇന്ന് ഭാരമായിരിക്കാം. പേടിക്കരുത്. അവിടെ മാത്രമല്ല ഇവിടെയും ദൈവം നമ്മളെ മറക്കത്തില്ല. അവിടെ മാത്രമല്ല ഇവിടെയും ദൈവം നമ്മളെ മറക്കുന്ന ദൈവമല്ല. എവിടെ ഏത് സാഗരത്തിന് നടുവിലിരിക്കുമ്പോഴും സ്തോത്രം, ലോകം മുഴുവൻ മറന്നാലും സ്തോത്രം, ശൗലിൻ്റെ മകനാകുന്ന യോനാഥാന്റെ മകനാകുന്ന മെഫിബോശത്തെ നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്. ലോകം മറന്നു കാണും, നിന്റെ അപ്പൻ മരിച്ചു കാണും, അപ്പൻ്റെ അപ്പനും മരിച്ചു കാണും, പക്ഷേ മരിക്കാത്തൊരു ദൈവമുണ്ട്. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ മുൻതലമുറക്കാൾ മുഴുവനും മരിച്ചു കാണും, പക്ഷെ എങ്കിലും നിന്നെ അറിയുന്നൊരു നാഥനുണ്ട്. നിന്റെ അപ്പനെ അറിയുന്ന, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ അപ്പനെ അറിയുന്ന, അപ്പൻ്റെ അപ്പനെ അറിയുന്ന ഒരു നാഥനുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, രാജാവ് പറഞ്ഞു, നിത്യവും ആരുടെ മേശയിൽ? എൻ്റെ മേശയിൽ നിന്ന് നീ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. വായിച്ചു, ഒന്നുകൂടെ വായിച്ചു. അവര് നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ. നീയോ നിത്യം എൻ്റെ മേശയിൽ എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അടുത്ത വരി. അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്ത നായെ പോലെ ഇരിക്കുന്ന. ഉടനെ ചോദിച്ചു. 2 കാലം മുടന്തനായ അവൻ ചോദിച്ചു. 5 വയസ്സിലെ മുടന്തനായത് 5 വയസ്സ് വരെ ഓടി നടന്ന ആളാ. സ്വത്രം ചോദിച്ചു. ചത്ത, ഒന്നുകൂടെ വായിച്ചേ. ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ. അയാളെന്താ പറഞ്ഞേ? ഞാൻ ചത്ത നായ. ആ ചത്ത നായെന്ന് അയാൾ വിധി എഴുതി, ലോകം വിധി എഴുതിയ മനുഷ്യനെ ദൈവം സ്നേഹിച്ച സ്നേഹം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കണ്ടോ? ലോകം പറഞ്ഞല്ലോ, നിന്നെ എന്തിനു കൊള്ളാടാ, നിന്നെ ഒരു നന്മയും നിന്നിലൂടെ വരാൻ പോകുന്നില്ലടാന്ന് ലോകം പറഞ്ഞില്ലേ? പക്ഷെ ദൈവം നടത്തിയില്ലേ? എല്ലാ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അപമാനപാത്രമാക്കിയില്ലേ? നിന്നിച്ചില്ലേ? ദുഷിച്ചില്ലേ? ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞില്ലേ? എല്ലാം തീർന്നെന്ന് പറഞ്ഞില്ലേ? എഴുതി തള്ളിയില്ലേ? തള്ളിയെപ്പോഴും ചേർത്ത് പിടിച്ചൊരു കരമുണ്ടെങ്കിൽ യേശുവിൻ്റെ കരയേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞില്ലേ നീ എന്ത് നേടിയെന്ന്? ഞാൻ പറയാം, യേശുവിനെ കിട്ടിയോ? ബാക്കിയെല്ലാം യേശു നോക്കിക്കോളും. യേശു നീ കണ്ടോ? ബാക്കിയെല്ലാം ആ ദൈവം ഏറ്റു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ചത്ത നായയോ, അടുത്ത വരി വായിച്ചേ.
ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാശിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിന്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത് ശൗലിനും അവന്റെ സകല ഗൃഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാനന്റെ മകന് കൊടുത്തിരിക്കുന്നു. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരം ഉണ്ടാകേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. എല്ലാം ദാവീദ് തിരിച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ എന്നിട്ട് എങ്കിലും കനിഞ്ഞു നീ. ഈ സ്നേഹം ആർക്കും നമ്മളോടുണ്ട്. യേശുവിനെ എന്തെല്ലാം ചെയ്തിട്ടും നമ്മളെ സ്നേഹിച്ചതുകൊണ്ടല്ലേ യേശു മരിച്ചേ. യേശു രക്തം ചിന്തിയത്. ആ രക്തത്തിലൂടെയാണ് നമ്മൾ വിശുദ്ധരായി മാറിയത്. നമ്മുടെ കഴിവോ മിടുക്കമാണോ? ഹല്ലേലൂയ. യേശു നമ്മെ സ്നേഹിച്ച സ്നേഹം കണ്ടോ? ഓ സ്തോത്രം. ദാവീദ് നോക്കിക്കേ, എവിടെ പിടിച്ചിരുത്തി? രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത്. ആരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ? രാജാവിൻ്റെ കൂടെ ഇരുന്ന്. ഓ സ്തോത്രം. യേശു നമ്മോട് കൂടെ ഇരുന്ന്, നമ്മൾ യേശുവിനോട് കൂടെ ഇരുന്ന് അത്താഴം കഴിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് നമ്മൾ ഒരു ദിവസം പോകും മണവാട്ടിയായി മണവാളിൻ്റെ അടുക്കലേക്ക്. ഓ ജീസസ്. അടുത്തവർ വായിച്ചേ. നിന്റെ യജമാനന്റെ മകനായ മെഫീബോശത്ത് നിത്യം എന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. കണ്ടോ? ഇവൻ മാത്രം എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അടുത്ത വരി. എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവായ യജമാൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെയും അടിയൻ ചെയ്യുമെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെഫീബോശത്ത് രാജകുമാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. ആരായി? ഒന്നുകൂടെ വായിച്ചേ. മെഫീബോശത്തോ രാജകുമാരിൽ ഒരുത്തൻ എന്ന പോലെ. ആര്? രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഹല്ലേലൂയ. സ്തോത്രം. ഈ മനുഷ്യനൊന്നും അറിഞ്ഞില്ല, ഇതൊന്നും ഇങ്ങനെ നടക്കുമെന്നൊന്നും അറിഞ്ഞില്ല. ഒരു മനുഷ്യനെ എൻ്റെ ദൈവത്തിന് പൊക്കിയെടുക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. ഇന്നെല്ലാം തകർന്നും ഭാരപ്പെട്ട് ഞരങ്ങിയായിരിക്കും ഈ പള്ളിക്കകത്തിരിക്കുന്നത്. ഞാൻ പറയാം, ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും വേണ്ട അതിനകത്തുനിന്ന് പൊക്കിയെടുത്ത് നിർത്തേണ്ടത് കൊണ്ട് നിർത്താൻ. തീർന്നില്ല. എൻ്റെ ദേശമൊപ്പച്ചൻ കണ്ടാൽ ഏത് പാവിയെയും ഏത് കൂനിനെയും ഏത് കുരുടിനെയും ഏത് കൊടുമ്പാവിയെയും രക്തം കൊണ്ട് കഴുകി തൻ്റെ പുതു ശക്തിയെ പകർന്ന് പുതു കൃപയെ പകർന്ന് പാപമോചനം പകർന്ന് ആ ജീവന്റെ പുസ്തകത്തിൽ പേര് കൊടുത്ത് ഒരു വിശുദ്ധനാക്കി ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ നിറഞ്ഞ് ക്രിസ്തുവിൽ ജീവിപ്പിച്ച് തക്ക സമയമാകുമ്പോൾ ഒരൊത്ത മണവാട്ടിയാക്കി രാജാവ് ഇരിക്കുന്ന കൊട്ടാരത്തിനകത്ത് യേശുവിന്റെ കൂടെ ഇരുത്തി ഓ സ്തോത്രം താമസിക്കുവാൻ ഈ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, മെഫീബോശത്തിനെ കൊട്ടാരത്തിനകത്ത് ഇരുത്തി സ്തോത്രം നിത്യവും രാജാവിനോടൊപ്പം ഭക്ഷിച്ചു. ഹല്ലേലൂയ. രാജകുമാരന്മാരിൽ സ്തോത്രം നമ്മളാരാ? യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി വർഗം. ഒരു ദിവസം അവിടെ ഓ ഹല്ലേലൂയ കർത്താവിനോട് കൂടെ ഇരിക്കും. വായിച്ചിട്ട് അങ്ങനെ വായിച്ച രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. മെഫീബോശത്തിന് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു. മതി. ദൈവത്തിന് സ്തോത്രം. ഭക്ഷണം കഴിച്ചു പോന്നു. എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലെ, എവിടെയൊക്കെ തകർന്നു പോകുമ്പോഴും എവിടെയൊക്കെ വീണു പോകുമ്പോഴും ആരും കണ്ടില്ല എന്ന് പറയുമ്പോഴും കാണുന്നൊരു കണ്ണുണ്ട്. അത് യേശുവിൻ്റെതാണ്. പേടിക്കേണ്ട ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. പക്ഷേ ഓരോ സ്ഥലത്തൂടെ പോകുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവാണോ എന്നെ നടത്തുന്നത്? കർത്താവിലാണോ ഞാൻ ജീവിക്കുന്നത്? കർത്താവിലാണോ നിയന്ത്രിക്കപ്പെടുന്നത്? കർത്താവിൻ്റെ ശബ്ദമാണോ കേൾക്കുന്നത്? അതോ മനുഷ്യൻ്റെ ശബ്ദമാണോ ലോകത്തിൻ്റെ ശബ്ദമാണോ കേൾക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊള്ളണം. ഇത്രയും നേരം നമ്മൾ വചനം ആഴമായി കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പറയാം, എന്നെ നിങ്ങളെ മറക്കാത്തൊരു ദൈവമുണ്ട്, കാണുന്ന ദൈവമുണ്ട്. ക്രിസ്തു നമ്മളെ കൂടെ ഉണ്ട്, കൂടെ നടക്കുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ നടുവിൽ ശത്രു നമ്മളെ ഒരിടത്തും അപകരിച്ച് കൊണ്ടുപോകല്ലേ. സ്വത്രം 1 കൊരിന്ത്യർ 11 അധ്യായം അതിൻ്റെ 2 വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, സ്വത്രം സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അത് വായിച്ചേ തക്കനെ വായിച്ചേ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരി ആകുവേൻ. ഞാൻ പറഞ്ഞ വാക്യം എടുത്തിരുന്ന് വായിക്കുമോ? ആരെങ്കിലും എടുത്തെങ്കിൽ ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. വായിച്ചേ.
നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നമ്മൾ കർത്താവ് നമ്മളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഈ നാഴികയിൽ വൃദ്ധന്മാരെയും തെറ്റിക്കുന്ന ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ലോകത്തിലിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രവചന ശുശ്രൂഷകൾ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറയാം, ലോകത്തിലോട്ട് അടുപ്പിക്കുന്ന, ശ്രദ്ധിച്ച് കേൾക്കണേ, എങ്ങനെ ആരിലോട്ട് അടുപ്പിക്കുന്ന ലോകത്തോട് അടുപ്പിക്കുന്ന. ഞാൻ പലരെയും കഴിഞ്ഞ നാളുകളിൽ നോക്കി ചിന്തിച്ചു, ഗ്രഹിച്ചു, അവരൊക്കെ കർത്താവിനോട് പറ്റി നടന്നു. പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്വത്രം, എൻ്റെ ദുഃഖമാണ് ഞാൻ പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ ലോകത്തോട് അടുപ്പിക്കുന്ന ഉപദേശത്തിൻ്റെ മുമ്പിൽ കൈയടിച്ച് നൃത്തം ചെയ്യാൻ, ലോകത്തോട് അടുപ്പിക്കുന്ന ഉപദേശത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ നൃത്തം ചെയ്ത് ആരാധിക്കുകയാണ്. ലോകത്തോട് അടുപ്പിക്കുന്ന ഉപദേശമാണോ സത്യം? വേദപുസ്തകത്തിനകത്തുള്ളത് ദൈവത്തോട് അടുപ്പിക്കുന്ന ഉപദേശമാണോ? പറ, ഏതിനോട് അടുപ്പിക്കുന്ന ഉപദേശമാ? നമ്മൾ പ്രാപിക്കുന്ന മറ്റുള്ളവരോട് കേൾക്കുന്ന ആലോചനകൾ ലോകത്തിലോട്ട് അടുപ്പിക്കുന്നതാണോ? ദൈവത്തോട് അടുപ്പിക്കുന്നതാണോ? പ്രവാചകന്റെ ശുശ്രൂഷ എന്താ സഹോദരങ്ങളെ? പ്രവാചകൻ ആശ്വാസത്തിന് പറയും, പ്രവാചകൻ ധൈര്യപ്പെടുത്താൻ പറയും, പ്രവാചകൻ പാപത്തെ ഉണർത്തും, പ്രവാചകൻ ഉൽപ്പത്തി മുതൽ നിങ്ങൾ വെളിപ്പാടിന്റെ വായില് പ്രവാചകന്റെ ശുശ്രൂഷ എന്ത്? ദൈവം പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ കേട്ട് ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രവചന ശുശ്രൂഷ. അത് ജനം കേട്ടിട്ട് സ്വത്രം കുത്തുകൊണ്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനോട് അടുപ്പിക്കുന്നതാണ്, നിത്യനോട് അടുപ്പിക്കുന്നതാണ്. ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. പ്രവചന ശുശ്രൂഷ. പക്ഷെ ഇന്ന് നമ്മുടെ കാതുകളിൽ, അനേക കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രവചന ശുശ്രൂഷ എന്താ സഹോദരങ്ങളെ? ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന, ദൈവത്തോട് അടുപ്പിക്കുന്ന, സ്വർഗത്തോട് അടുപ്പിക്കുന്ന, പാപത്തെ ഉണർത്തി തരുന്ന, കുത്തി മുറിവേൽപ്പിച്ച് ആ രക്തം കൊണ്ട് കഴുകി ഇങ്ങനെ ചെയ്തു. അത് ഇങ്ങനൊരു ആലോചന തരേണ്ടത് തരാ തന്നെ ചെയ്യും. പക്ഷെ ഇതൊന്നും കൊണ്ടുപോകൂല നമ്മള്. പക്ഷേ യേശുവിനെ പ്രാപിക്കുന്ന പൈതൽ യേശുവിന്റെ അടുത്ത് പോകും. ഇവിടെ ഉള്ളത് ഒന്നും കൊണ്ടുപോകത്തില്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളത് അതത് സമയത്ത് തരാൻ ഈ ദൈവം മതിയായവനാണ്. ഞാൻ ചോദിക്കട്ടെ, 2-2.5 മണിക്കൂർ അവിടെ ഉറങ്ങത്തില്ല. 3 മണിക്കൂറായാലും അവിടെ 5 മണിക്കൂറായാലും നട്ടൽ വേദനയില്ല, കാല് വേദനയില്ല. നമ്മുടെ സത്യസുവിശേഷം കേട്ടാൽ വയ്യെന്ന് പറഞ്ഞ് പതുക്കെ പുറത്തു പോകും. ഇതിങ്ങനെ നോക്കും, ഷോർട്ട് നോക്കി, അടുത്ത് വീഡിയോ നോക്കി, യൂട്യൂബ് നോക്കി. എന്താ അകത്തിരിക്കാൻ പറ്റിയ ക്ഷീണം. ഇത് നോക്കിയപ്പോൾ ഒരു ക്ഷീണവും. കാരണം രസം. ഇനി 2.5 മണിക്കൂർ 4 മണിക്കൂർ ലോകത്തെ കടുപ്പ്. നീ ഇന്ന ആളാകാൻ പോകുന്നു. നീ സ്വത്രം ആ സ്ഥാനത്ത്, ആ കസേര നീ ഇരിക്കാൻ പോകുന്നു. നീ കാരണം ജഡം ആഗ്രഹിക്കുന്നതാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. ജഡത്തെ ഇമ്പം കൊള്ളിപ്പിക്കുന്ന, ജഡത്തെ പൊക്കി വിടുന്ന, കാതുകൾക്ക് ഇമ്പം കൊള്ളിക്കുന്ന യേശുവിനേക്കാളും വലുതായി ഈ ലോകത്തിലേക്ക് നിങ്ങളെ വിരൽ ചൂണ്ടി നീ ഇന്നതാകാൻ പോകുന്നെന്ന് പറയുമ്പോൾ നീ കുറിച്ചു വെച്ചോ. അത് തിരുവചനമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ട് ഒരു വരി എനിക്കെടുത്തതാ. പുതിയ നിയമകാലത്ത് അപ്പോസ്തലന്മാർ പ്രവചിച്ചു, പ്രവാചകന്മാർ ശക്തമായി പ്രവചിച്ചു, പഴയ നിയമത്തിൽ പ്രവചിച്ചു. ഒറ്റ വരി നിങ്ങൾ എടുത്തതാ. സ്വത്രം അപ്പോസ്തലൻ പ്രവചിച്ച പ്രവചനത്തിൽ നീ ഇന്ന ആളാകുമെന്ന് പറഞ്ഞത് ഒരു വരി എടുത്തുക പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ അപ്പനായി നീ ഓടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പനായി നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പൻ്റെ വേലയ്ക്കായിട്ട്, അപ്പൻ്റെ മഹത്വത്തിനായിട്ട്. പക്ഷെ ലോകത്തിൽ നീ ഇന്ന ആളാകുമെന്നല്ല വേദപുസ്തകത്തിനകത്ത് പറഞ്ഞത്. സ്വർഗത്തിൽ നീ ഒത്ത മണവാട്ടിയായിട്ടിരിക്കും, ഒരു നിർമ്മല കന്യകയായി നീ പോകുമെന്നാണ് തിരുവചനത്തിലെ യഥാർത്ഥ സത്യം. എന്നാൽ ഇന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ച് കിട്ടിയിരിക്കെ 7.5 മണിക്കൂർ വേണം നമ്മൾ ഉരുളും. ഏതിനു വേണ്ടി അറിയാമോ? നീ ഇന്ന ആളായി മാറാൻ പോകുന്നു. ഈ 2025 ഡിസംബർ 31 മുമ്പേ നീ ഇന്ന ആളായി ആൾക്കാരുടെ മുമ്പിൽ വെച്ച് യേശു ക്രിസ്തുവിന് മുൾക്കിരീടം കൊടുത്തവർ നിന്നെ പൊക്കി ഒരു കിരീടം വെച്ച് ഇരുത്താൻ പോകുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ 7.5 മണിക്കൂറല്ല, 9.5 മണിക്കൂറല്ല, 24 മണിക്കൂർ രാത്രി ഉറങ്ങാതെ ഇരുന്ന് ആരാധിക്കും. കണ്ണടക്കില്ല, ക്ഷീണമില്ല. കാരണം എന്താ? ജഡത്തെ ഇഷ്ടപ്പെടുത്തുന്ന ദൂതാണ് വന്നത്. ജഡത്തെ ഇഷ്ടപ്പെടുന്നത് ആത്മാവിനെ വർദ്ധിപ്പിക്കുന്നതോ അകത്തെ മനുഷ്യൻ ബലപ്പെടുത്തുന്നതോ ദാവീദ് ഉണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ നിറയ്ക്കുന്നതോ അല്ല. ഇന്നത്തെ ദൂത് വൃദ്ധന്മാരെയും
തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, ഇന്ന് 5 മിനിറ്റ് കൂടെ എടുക്കും. ഇന്ന് ശ്രദ്ധിച്ചു കേട്ടെ, 11:15 കറക്റ്റ് സൺഡേ സ്കൂൾ തുടങ്ങുന്നത്. അല്പം നീണ്ടാലും കുഴപ്പമില്ല. ശ്രദ്ധിച്ചേ, സ്തോത്രം, ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന് മഹത്വം. എല്ലാ പള്ളിക്കും ഓരോ ദൈവമുണ്ടോ? പറ. ഒരു ദൈവമുണ്ടോ? അതോ 1 കോടി പള്ളിയുണ്ട്, 1 കോടി ദൈവമുണ്ടോ? ഇനി ഈ പള്ളിക്കകത്ത്, ആരാധനയ്ക്കകത്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടോ? ആ പാസ്റ്റർ സ്പെഷ്യലിസ്റ്റ്, ഈ സിസ്റ്റർ സ്പെഷ്യലിസ്റ്റ്, ഇന്നാൾ അതിനെക്കാളും കൂടിയത്, ഇവിടെ തീരത്തത് അവിടെ തീരും, അങ്ങനെ ഉണ്ടോ? അത് ഈ ബോഡി ജഡമില്ലേ, മണ്ണിൽ നിന്ന് രോഗം ചികിത്സിക്കാൻ പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. അവരടുത്ത് പോയാൽ ഗൈനക്കിനെ കാണേണ്ടത് ഗൈനക്കിനെ കാണും, ഹാർഡിയോളജി കാണേണ്ടത് ഹാർഡിയോളജി, ENT കാണേണ്ടത് ENT. ഓരോന്നിനും ഓരോ സെക്ഷനുണ്ട്. പക്ഷേ ഒരു ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു പൈതലിന് ഒറ്റ ആളേ ഉള്ളൂ, യേശു. അതിന് ഈ വിഷയം കൈകാര്യം ചെയ്യുക അയാൾ, ഈ വിഷയം കൈകാര്യം ചെയ്യുക ഇയാൾ, അപ്പുറത്തെ വിഷയം കൈകാര്യം ചെയ്യുക അപ്പുറത്ത്. ഞാൻ ചോദിക്കട്ടെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കിട്ടിയിരിക്കേ പൗലോസ് ആര്, അപ്പൊലോസ് ആര്, സ്കേബാവ് ആര്? നട്ടവനും നനച്ചവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമല്ലാതെ. മനുഷ്യരിലാണോ ശക്തി ഇരിക്കുന്നത്? സത്യവചനത്തിൻ്റെ മുമ്പിൽ ഞാനിനി ഇരിക്കുമ്പോൾ എനിക്ക് നിനക്കും തരേണ്ടത് എവിടെയെല്ലാം ഉണ്ടോ അത് തരാൻ ദൈവം വിശ്വസ്തനാണ്. ഈ അലഞ്ഞു കിടന്ന് ഓടിയാൽ ഞാൻ പറയാം, 2 വള്ളത്തിലാവും, നാട്ടുകടലിലാണ്. നമുക്കെല്ലാം തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ സത്യവചനത്തിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും ഞാൻ അപ്പനായിട്ട്. മെഫീബോശത്തിനെ കണ്ടെങ്കിൽ എന്നെ കാണുന്ന കണ്ണുണ്ട്. ദാവീദിനെ കൊട്ടാരത്തിനകത്ത് ചെല്ലാൻ കണ്ട കണ്ണുണ്ട്. അഭിഷേകം ചെയ്യാൻ ശമൂവേലിനെ കാണിച്ചൊരു കണ്ണ് സ്വർഗത്തിലുണ്ടായിരുന്നെങ്കിൽ, ഗോലിയത്തിനെ തകർക്കാൻ കണ്ടൊരു കണ്ണുണ്ടായിരുന്നെങ്കിൽ, യേശു പുതിയ നിയമത്തിനകത്ത് ആ പഴയ നിയമ വിശുദ്ധനെ യേശുവിനോട് ചേർത്ത് പിടിച്ച് പറയാൻ ഒരു വാക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയാം, അത് യേശുവിനാണ്. യേശുവിൻ്റെ സത്യവചനം വിട്ട് ഞാൻ നിങ്ങൾ തെറ്റരുത്. എല്ലാം തരാൻ ദൈവം ഒരുക്കുക. പക്ഷേ ദുരുപദേശത്തിൻ്റെ പുറകെ പോരുത്. നിങ്ങൾ ആ ഉപദേശത്തിൽ പോയി വീഴരുത്. നമ്മുടെ വീട്ടിനകത്ത് പോലും ഉപദേശം കേൾക്കരുത്. സത്യവചനം, സത്യത്തിൽ ആത്മാവിലും ആരാധിച്ച് തന്നാലും തന്നില്ലെങ്കിലും, പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും, എന്തൊക്കെ ആരൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് യേശു മതി. യേശു നമ്മുടെ ലോക അവസാനത്തോളം നടത്താൻ ദൈവം വിശ്വസ്തൻ. നമ്മുടെ തലമുടി പോലും കൊഴിയാൻ ദൈവം എടുത്തില്ല. അലഞ്ഞുകൊണ്ട് നടക്കരുത്. കർത്താവിൽ മുറുകെ പിടിച്ചോളണം. സത്യം വിട്ട് മാറരുത്. കെട്ട് കഥകൾ കേട്ട് പ്രപഞ്ചമോഹത്തിലേക്ക് പോകരുത്. ക്രിസ്തുവിൽ നിറയുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് എനിക്ക് തരും. തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ഇവിടുത്തെ കാര്യമല്ല, സ്വർഗത്തിലുള്ളവൾ. എത്ര ഉറപ്പുണ്ട്? നമുക്കെല്ലാവർക്കും നിൽക്കാം. നിങ്ങളോട് പലരും പറയും, ഇന്ന സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഇന്ന സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അവിടെ പോയാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനക്കാരൻ ദൈവമല്ല, ദൈവം ഏകൻ. ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ മധ്യസ്ഥൻ ഏകൻ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ ആരൊക്കെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയുടെ നടുവിൽ ഉത്തരവുണ്ട്. സത്യവചനം കേട്ട് വചനപ്രകാരം സ്തോത്രം. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിടുതലയക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ മുറുകെ പിടിച്ച് തെറ്റിപ്പോവാതെ മെഫീബോശത്തിനെ കണ്ടൊരു ദൈവമുണ്ട്. നമ്മളെ വിരൽ ചൂണ്ടി കാണിക്കുന്ന ഉപദേശവേദം